സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ദ പഞ്ച് മങ്കി എന്ന ടോപ്പിക്കിൽ സെഷൻ ലീഡ് ചെയ്യുവാൻ NLP സർട്ടിഫൈഡ് ട്രെയിനറായ പ്രവീണ മാമിനെ ക്ഷണിക്കുന്നു. വെൽക്കം മാം. മാജിക് മോർണിംഗ് കേൾക്കുന്നുണ്ടോ? മാജിക് മോർണിംഗ് കേൾക്കുന്നുണ്ട്. മാജിക് മോർണിംഗ്. ഓക്കെ, മുസ്തഫ സാറാണ് ഇപ്പൊ കാണുന്നത്. ഓക്കെ, അപ്പൊ ജോയിൻ ചെയ്യാൻ പറ്റുന്നവരൊക്കെ വീഡിയോ ഓൺ ചെയ്തിട്ട് തന്നെ ജോയിൻ ചെയ്യുക. ഓക്കെ, ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് അറിയാമോ? പഞ്ച് മങ്കി. അതെ, ദ പഞ്ച് മങ്കി. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടുവോ? എത്ര പേര് കണ്ടു? കണ്ടവരൊന്ന് ജസ്റ്റ് ഒന്ന് പറയാമോ? ഞാൻ കണ്ടു. ഓക്കെ, ആരതി കണ്ടു. ഓക്കെ, പിന്നെ മുസ്തഫ കണ്ടവരും സാർ ഇരിക്കും, കണ്ടവരെ എനിക്ക് ഈ കണ്ടു. മങ്കി അറിയും. എന്താണ് റഫീഖ് സാർ? കണ്ടവരും കണ്ടവരൊക്കെ വന്നോളൂ. ഓക്കെ, മണിസാർ കണ്ടിട്ടില്ല. അപ്പൊ മണിസാർ അത് കൺഫ്യൂസ്ഡ് ആണ്. ഓക്കെ, നന്നായി. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ മുസ്തഫ സാർ ആയിരിക്കട്ടെ, എന്ത് മങ്കിയാണ് ഈ പഞ്ച് മങ്കി? ഓക്കെ, റീതുബാല മാം കണ്ടോ? ബീന മാം കണ്ടു? ഇല്ല. ഓക്കെ, അപ്പൊ കാണാത്തവർക്ക് ജസ്റ്റ് ഒരു ഹിന്റ്. ഓക്കെ, ജസ്റ്റ് ഒരു ഹിന്റ് തരാം. നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ കയറിയിട്ട് നോക്കിയാൽ നിങ്ങൾക്ക് അതിന്റെ ലിങ്ക് കിട്ടും, അല്ലെങ്കിൽ അതിന്റെ വീഡിയോ നിങ്ങൾക്ക് നേരിട്ട് ഓപ്പൺ ആയിട്ട് കാണാൻ പറ്റും. അപ്പോ ആ പഞ്ച് മങ്കി ഒരു പക്ഷേ ഇന്നത്തെ ടോപ്പിക്കിന് വളരെ ഹെൽപ്ഫുൾ ആയി തോന്നിയത് കൊണ്ടാണ് ഞാൻ ആ ടോപ്പിക്ക് തന്നെ എടുത്തത്, ആ ഒരു ക്യാപ്ഷൻ ആക്കി അതിനെ എടുത്തത്. ഇപ്പൊ പഞ്ച് മങ്കി എന്ന് പറയുന്നത് ഒരു സൂല് ഒരു ചെറിയ ജനിച്ച് അധിക നാളാവാത്ത ഒരു കുഞ്ഞ് മങ്കിയെ കുറിച്ചാണ്. അത് ഒറിജിനൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നത്. അതായത് അത് സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വൈറലാണ്. ജനിച്ച് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ അതിന് എന്ത് ചെയ്യിച്ചു, സാധാരണ അമ്മമാരിങ്ങനെ നമ്മൾ കണ്ടിട്ടുണ്ട് പലപ്പോഴും ടൂർ പോകുമ്പോൾ ഈ കുരങ്ങന്മാരെ അമ്മമാരെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് ഒട്ടിപ്പിടിച്ച് കിടക്കുന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കുരങ്ങന്മാരെ. അപ്പൊ ഇങ്ങനെയുള്ള ഒരു കുഞ്ഞു മങ്കി ജനിച്ച ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അമ്മ അതിനെ തട്ടി മാറ്റുകയാണ്. അതിനെ അടുത്തേക്ക് വരാൻ സമ്മതിക്കാതെ ദൂരത്തേക്ക് തട്ടി മാറ്റുന്നത്. അപ്പം ഈ ഒരു പഞ്ച് എന്ന് പറയുന്ന ഈ മങ്കിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ട്. കാരണം ഇത്രയും ഒറ്റപ്പെട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. കാരണം അമ്മ പോലും അടുക്കാൻ സമ്മതിക്കുന്നില്ല. ആ സമയത്താണ് എന്ത് ചെയ്യുന്നത് വെച്ചാൽ ആ സൂലുള്ള കുറച്ച് വർക്കേഴ്സ് ഇതിനെ ഈ അമ്മ ഇങ്ങനെ അടുപ്പിക്കാതെ കണ്ടപ്പോൾ, അത് അത്രയും കൊച്ചു കുഞ്ഞാണ്, അതിനെ സ്വന്തമായിട്ട് ഓടാനും നടക്കാനും ഒക്കെ ആയി തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പൊ ഇത് ഒറ്റപ്പെട്ട് ഭയങ്കര സങ്കടപ്പെട്ട് ഇങ്ങനെ ഇരിക്കുന്ന കണ്ടപ്പോൾ ഇവരെന്ത് ചെയ്യുന്നു, ഒരു കുഞ്ഞ് ടോയിന്, നല്ലൊരു വൂളൻ ക്ലോത്ത് ഉള്ള ഒരു ടോയിന് ആ പഞ്ച് മങ്കിക്ക്, കുഞ്ഞു മങ്കിക്ക് കൊടുക്കുകയാണ്. അപ്പൊ അത് ഒരു കംഫർട്ടായിട്ട്, അപ്പൊ അതാണ് പിന്നെ അമ്മയുടെ സ്ഥാനത്ത് ആ ടോയിന്, ആ ടെഡി ബെയറിന്. അപ്പൊ എനിക്ക് തോന്നുന്നു വിധുബാല മാം ചെറിയൊരു ഐഡിയ കിട്ടി. ഇത് ഞാൻ കണ്ടിട്ടുണ്ട്. യെസ്, അറിയാത്തത്. യെസ്, അപ്പൊ അത് അറിയാത്തവർക്കാണ്. അപ്പൊ അത് നിങ്ങൾക്ക് വീഡിയോ നോക്കിയാൽ മനസ്സിലാവും. അപ്പൊ അതുമായിട്ട് കണക്റ്റഡ് ആണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്. അതായത് അവിടെ അത്തരം ഒരു സിറ്റുവേഷൻ ഉണ്ടായെങ്കിൽ പോലും തനിക്ക് കിട്ടിയ ഒരു അവസരം എങ്ങനെയാണ് ആ കുഞ്ഞു കുരങ്ങൻ ഉപയോഗപ്പെടുത്തുന്നതാണ്. അപ്പൊ അതിനെ കെട്ടിപ്പിടിച്ച് ആദ്യകാലം ഇങ്ങനെ തൊട്ട് നോക്കുന്നൊക്കെ ഉണ്ട്, എന്താ ഇപ്പൊ സംഭവം, ജീവനില്ലല്ലോ, തൊട്ട് നോക്കും. പിന്നീട് അതിനൊരു കംഫർട്ട്, അതിനെ കെട്ടിപ്പിടിച്ച് കിടക്കുകയാണ്. കാരണം അത്രയും കുഞ്ഞാണത്. അതിന് ആ സമയത്ത് അമ്മയുടെ അടുത്താണ് വേണ്ടത്. അമ്മ അതിന് തട്ടി അമ്മയുടെ അടുത്ത് ചെല്ലുമ്പോൾ അമ്മ ഇങ്ങനെ തട്ടി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ അമ്മയുടെ അടുത്ത് ഇരിക്കാൻ പറ്റാത്തത് കൊണ്ട്, അല്ലെങ്കിൽ അമ്മ തട്ടി മാറ്റുന്നത് കൊണ്ട് മറ്റു കുരങ്ങന്മാരൊക്കെ തന്നെ ഇതേ രീതിയിലാണ് പഞ്ചിനെ ട്രീറ്റ് ചെയ്യുന്നത്. എല്ലാവരും ഒറ്റപ്പെടുത്തുകയാണ്. കൂട്ടുകാർക്കിടയിൽ ചെന്നാൽ പോലും പഞ്ചിന് ആരും ഇല്ലാത്തൊരവസ്ഥ, എല്ലാവരും ഒറ്റപ്പെടുത്തുന്നു. ആ സമയത്താണ് പഞ്ചിന് ഇങ്ങനെ ഒരു ടെഡി ബെയറിനെ കിട്ടുന്നത്. ഒരു കുഞ്ഞു കുരങ്ങനെ ഒരു ടെഡി ബെയറിനെ കിട്ടുമ്പോൾ അതിനെ കെട്ടിപ്പിടിച്ച് കിടക്കുകയാണ്. അപ്പൊ ഇവരെല്ലാവരും ചിലപ്പോൾ ഇതിനെ ഇരിക്കുന്ന സമയത്ത് ഉപദ്രവിക്കാൻ നോക്കും, കൂട്ടുകാരൊക്കെ ഉപദ്രവിക്കാൻ നോക്കുന്ന സമയത്ത് പഞ്ച് ഈ മങ്കിയുമായിട്ട്, ഈ കുഞ്ഞു ടെഡി ബെയറായിട്ട് ഓടി ദൂരെ പോയി ഒളിച്ചിരുന്ന് അതിന്റെ മേലെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ വളരെ കാം ആൻഡ് ക്വയറ്റായിട്ട് ആ ഒരു ലൈഫിന് മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് അവിടെ പറയുന്നത്. അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കുമായിട്ട് ലിങ്ക് ചെയ്യുന്നത്. ഐ കാൻ സ്റ്റോപ്പ് ദ റെയിൻ ബട്ട് ഐ ക്യാൻ സ്റ്റേ സ്ട്രോങ് അൺടിൽ ഇറ്റ് പാസസ്. ഒരുപക്ഷെ കനത്ത മഴ ഇപ്പൊ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ എനിക്ക് നിർത്താൻ പറ്റില്ല, പക്ഷെ അത് നിൽക്കുന്നത് വരെ ഞാൻ എന്ത് ചെയ്യും, ഇപ്പോഴുള്ള സിറ്റുവേഷനിലൂടെ കടന്നു പോകാൻ തയ്യാറാണ്. അപ്പൊ ഇവരെല്ലാവരും ഒറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ പോലും എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ പഞ്ച് ഈ ഒരു കുഞ്ഞ് ടെഡി ബെയറുമായിട്ട് ദൂരെ പോയിരുന്ന് തന്റെ
തന്നെ ഹേർട്ട് ചെയ്യുന്നത് എന്താണോ അതിനെ ഉൾക്കൊണ്ട് തന്നെ അതിലൂടെ കടന്നു പോകാൻ ശ്രമിക്കുന്നത്. അപ്പൊ ഇതില് ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഈ ഒരു പഞ്ചുമങ്കി അല്ലെങ്കിൽ ഈ ഒരു ഇന്നത്തെ ഒരു ടോപ്പിക് പറയുന്നത് ഹീലിംഗ് ആണ്. അപ്പൊ ഹീലിംഗ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് നോട്ട് ഫോക്കറ്റിംഗ് വാട്ട് ഹേർട്സ് യു. ഓക്കെ, എന്തുകൊണ്ടാണ് നമ്മൾ ഹീലിംഗ് എന്നൊരു അവസ്ഥയിലേക്ക് എത്തുന്നത്? നമ്മൾ എന്തോ ഒരു ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തോ ഒരു വിഷമിക്കുന്ന പ്രശ്നമുണ്ട്. അപ്പൊ അതൊരിക്കലും മറക്കുക എന്നുള്ളതല്ല. ഇറ്റ് ഈസ് അബൌട്ട് ഡിസൈഡിങ് യു ഡിസേർവ് ബെറ്റർ ദാൻ വാട്ട് ബ്രോക്ക് യു. അപ്പൊ ഈ സമയത്തൊക്കെ ഈ ഒരു പഠനങ്ങൾ പറയുന്നത് വാട്ട് എവർ ഹേർട്സ് യു നെവർ സ്പീക്ക് ബാഡ് തിങ്സ് അബൌട്ട് യു എന്നാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്ന ഒരു കാര്യം. എന്തൊക്കെ സംഭവിച്ചാലും വാട്ട് എവർ ഹേർട്സ് യു. ഇപ്പൊ നമ്മൾ കൂട്ടുകാർക്കിടയിൽ ചിലപ്പോൾ ഇതിനൊരു എക്സാമ്പിൾ കൂടി ഒരു ടോപ്പിക്കിൽ പറയുന്നുണ്ട്. അതായത് ജോൺ ഒരു ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ജോൺ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ഒരുപാട് ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങൾ, ഇപ്പോൾ റിലേഷൻഷിപ്പിലായാലും ഫാമിലിയിലായാലും ഒരുപാട് ബ്രേക്ക് ഒക്കെ ഉണ്ടായ സമയത്ത് ഓഫീസിൽ ഈ ജോണിന് ഇതൊന്നും ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഡിസ്ക്ലോസ് ചെയ്യാൻ താല്പര്യമില്ല. തന്റെ പേഴ്സണൽ ലൈഫിൽ വന്ന ട്രാജഡീസ് ഒന്നും മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യാൻ ജോണിന് താല്പര്യമില്ല. കാരണം അതൊരു ചർച്ചാ വിഷയമാക്കാൻ ജോൺ ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ജോൺ അവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് ജോൺ അവിടെ അവരുടെ ഇടയിൽ വല്ലാതെ ഒറ്റപ്പെടുകയാണ്. അതായത് ജോണിന് ഫിനാൻഷ്യൽ ആയിട്ട് കുറച്ച് പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഈ ഓഫീസ്, ജോൺ വർക്ക് ചെയ്യുന്ന ഓഫീസ് എന്തിനും ഏതിനും പാർട്ടിയാണ്. അപ്പൊ എല്ലാവരും ഒരു ചെറിയ എമൗണ്ട് അല്ലെങ്കിൽ എന്ത് ഏതിനും അവർ ഒരേപോലെ ഡ്രസ് കോഡൊക്കെ ഉണ്ടാക്കി അവർ തന്നെ ഒരു എൻജോയ് ചെയ്യുന്ന അവസ്ഥയാണ്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഡ്രസ്സ് വാങ്ങണം, ഇടയ്ക്കിടയ്ക്ക് പാർട്ടികൾ നടത്തണം. ഇതൊക്കെ ജോണിന് വല്ലാതെ ബുദ്ധിമുട്ടുണ്ടാകും. ജോൺ ആദ്യം എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇതിനൊക്കെ ഒന്ന് നിന്ന് കൊടുത്തു. പക്ഷെ ജോൺ മനസ്സിലാക്കി ഹേർട്സ് മീ. അതായത് ഇവർക്കൊപ്പം ഇവരുടെ ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാവരുടെയും കൂടെ നിൽക്കണ്ടേ എന്നായിരിക്കും നമ്മുടെ തോന്നൽ. പക്ഷെ അവിടെ നിൽക്കുന്നത് കൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല എന്ന് തിരിച്ചറിയുന്നിടത്ത് വി ഹാവ് ടു ലീവ് ഫ്രം ദം. അതായത് അവിടെ ഒറ്റപ്പെടുന്നു എന്ന് തോന്നലുണ്ടായാൽ പോലും ഇത് എനിക്ക് പറ്റിയതല്ല എന്ന് ജോൺ. അപ്പൊ ജോൺ എപ്പോഴെപ്പോഴും ഇവർ പറയുന്ന സമയത്ത് ഡ്രസ്സ് വാങ്ങാനോ എപ്പോഴെപ്പോഴും പാർട്ടികൾ നടത്താനൊന്നും ജോണിന്റെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള സ്റ്റെബിലിറ്റിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അപ്പൊ ജോൺ അത് കൃത്യമായിട്ട് അവരോട് എന്ത് ചെയ്തു, കുറച്ച് കഴിയുമ്പോൾ അത് പറഞ്ഞു തുടങ്ങി. അതായത് അവർ ഡ്രസ്സ് വാങ്ങുന്നു വീണ്ടും, അതായത് ഒരാഴ്ച കഴിഞ്ഞ് അടുത്തൊരാഴ്ചയുമ്പോഴേക്കും അവർ പുതിയ ഡ്രസ്സ് പുതിയൊരു ഫംഗ്ഷനിൽ വേണ്ടിയിട്ട് ഒരേപോലെ വാങ്ങാനുള്ള തീരുമാനം എടുക്കുന്നു. ജോൺ പറയുന്നില്ല എനിക്ക് ഇത് സാധിക്കില്ല എന്ന് പറയുന്നു. അപ്പൊ ഇതിന്റെ ഇടയിൽ ഒരു കമന്റ് വരുന്നുണ്ട് ജോണിന് നേരം. എല്ലാവരുമായിട്ട് ഇങ്ങനെ നടക്കുന്ന സമയത്ത് അവിടെ നമുക്ക് ചിലപ്പോൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. അപ്പൊ ജോൺ പറഞ്ഞ ഒരു ഉത്തരമുണ്ട്, ഒരു പ്രാവശ്യമോ 2 പ്രാവശ്യമോ കോംപ്രമൈസ് ചെയ്യാൻ എനിക്ക് പറ്റും, പക്ഷെ എപ്പോഴും ഇത് ആവർത്തിക്കുന്ന സമയത്ത് എനിക്ക് ഇതിൽ നിന്ന് പിന്മാറേണ്ടത് ഉണ്ട് എങ്കിൽ എനിക്കിന്ന് പിന്മാറിയേ പറ്റൂ. ജോൺ അവിടെ പ്രത്യേകിച്ച് എക്സ്പ്ലനേഷൻ ഒന്നും കൊടുത്തില്ല. ജോൺ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, ഐ കാൺ, എനിക്കിതിന് ഇന്ന് മുന്നോട്ട് പോകാൻ പ്രയാസമാണെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ജോൺ എന്ത് ചെയ്തു, ഈ ഓഫീസിൽ നിന്ന് പിന്നെ ഒറ്റപ്പെടുകയാണ്. എല്ലാവരും അവരുടെ എപ്പോഴും അവർ തമ്മിൽ ഓരോന്ന് പറഞ്ഞു ചിരിക്കുന്നു. അപ്പൊ ജോൺ വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നും ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല. ജോണിനെ മാറ്റി നിർത്തി, ജോൺ മാറിക്കഴിഞ്ഞ് ജോൺ വരുമ്പോൾ എന്തെങ്കിലും സംസാരിക്കുന്ന സമയത്ത് അവർ എല്ലാവരും സൈലന്റ് ആവും, ഒന്നും അവർ ഷെയർ ചെയ്യാനൊന്നും. അപ്പൊ ജോൺ ഇത് തിരിച്ചറിയുമ്പോൾ ജോൺ ഡസൻ ഫീൽ ഹാർട്ട്. അപ്പൊ ജോൺ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ വി നീഡ്. അപ്പൊ ആ സമയത്ത് ജോണിന് വല്ലാത്ത ഫ്രസ്ട്രേഷൻ. ഇവിടെ പഞ്ചുമല്ലിക്ക് ഇവിടെ ഒരു അമ്മയുമായിട്ടുള്ള ആ ഒരു അമ്മയുടെ പ്രശ്നം വന്നപ്പോൾ ഈ പഞ്ചുമങ്കി തീരുമാനിക്കുകയാണ്, ഓക്കെ ഇറ്റ്സ് ഹാപ്പൻ, പക്ഷെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതിലൂടെ കടന്നു പോയേ പറ്റൂ, എനിക്ക് മാറി നിൽക്കാൻ പറ്റില്ല. അപ്പൊ അവിടെ ദർ ഈസ് ലൈഫ് തന്നെ പറയുന്നത് വി ഓൾ നീഡ് സംവൺ ടു ഹോൾഡ് ഇൻ ടു. അതായത് നമ്മൾ കടന്നു പോകുന്ന അവസ്ഥയിൽ നമ്മളെ പിടിച്ചു നിർത്താൻ നമുക്ക് ആരെങ്കിലും ഒക്കെ വേണം എന്ന് നമ്മൾ ചിന്തിക്കുന്നത് നമുക്കാവാം. പക്ഷെ എപ്പോഴും അത് ഒരു വ്യക്തികളായിരിക്കണം എന്നില്ല എന്നാണ് പഞ്ചുമങ്കി പറയുന്നത്. പഞ്ചുമങ്കിക്ക് അവിടെ കൂട്ടുകാരും തന്റെ കൂട്ടത്തിലുള്ള ഒരാൾ പോലും പഞ്ചുമങ്കി കൂടെയില്ല. പക്ഷെ അവിടെ എന്ത് ചെയ്യുന്നു, ഒരു ടെഡി ബെയറിനെ കിട്ടിയപ്പോ അവിടെ തനിക്ക് ആ സ്റ്റോമിലൂടെ, ആ കനത്ത മഴയിലൂടെ, ആ ഒരു പ്രശ്നത്തിലൂടെ കടന്നു പോകാൻ ഇതാണ് എനിക്ക് ബെറ്റർ എങ്കിൽ ഐ ചൂസ് ദിസ് വൺ. ഹി ഡസൻ തിങ്ക് അബൌട്ട് വാട്ട് അതേഴ്സ് മേ തിങ്ക്. കൂടെയുള്ള മറ്റ് കുരങ്ങന്മാരൊക്കെ എന്ത് ചിന്തിക്കുമെന്നോ അവരെന്നെ കൂടെ കൂട്ടിയില്ലെന്നോ ഒന്നും ചിന്തിക്കാതെ തനിക്ക് കിട്ടിയ ആ ഒരു ഗിഫ്റ്റ്, ആ ഒരു ടെഡി ബെയറിനെ ഇപ്പൊ കടന്നു പോകുന്ന അവസ്ഥയിലൂടെ മുന്നോട്ട് പോകാൻ പഞ്ചുമങ്കി ഉപയോഗിക്കുകയാണ്. അവരൊക്കെ ഒറ്റപ്പെടുത്തുമ്പോൾ ഈ ഒരു ടെഡി ബെയറിന്റെ കൂടെ പോയിരുന്ന് അവിടെ അതിനോട് സംസാരിച്ച് അത് തിരിച്ച് റെസ്പോണ്ട് ചെയ്യില്ലെങ്കിലും അതിനോട് സംസാരിച്ച് ആ ഒരു സിറ്റുവേഷനിലൂടെയാണ് പഞ്ചുമങ്കി കടന്നു പോയിക്കൊണ്ടേയിരിക്കുന്നത്. സോ വെൻ ബീയിങ് യുവർ സെൽഫ്, ഇവിടെ ജോണും അതേപോലെയാണ്. വെൻ ബീയിങ് യുവർ സെൽഫ്, ആ സമയത്ത് ജോണിന്റെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ കടന്നു പോകണമെങ്കിൽ ജോണിന്
താനായി തന്നെ തുടരേണ്ടത് എന്തെന്ന് മനസ്സിലായപ്പോ വെൻ ബീയിങ് യുവർ സെൽഫ് സ്റ്റാർട്ട്സ് ടു ഹേർട്ട്, അതായത് ഞാനായിരിക്കണമെങ്കിൽ ചിലപ്പോൾ അതെന്നെ ഹേർട്ട് ചെയ്യും. ഇറ്റ്സ് ടൈം ടു ചേഞ്ച് ദ സർക്കിൾ, നോട്ട് യുവർ ഹാർട്ട് എന്ന് പറയുന്നത്. നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ തീരുമാനം എടുത്ത് എനിക്കിപ്പോ എപ്പോഴും ഇവര് പറയുന്ന ഒരു ഡിസിഷനിലൂടെ പോകാൻ പറ്റില്ല, അതെന്നെ ഹേർട്ട് ചെയ്യുന്നുണ്ട്, എനിക്ക് പറ്റില്ല എന്നുള്ളത് അവരെന്നെ ഒറ്റപ്പെടുന്ന എന്നെ ഹേർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോ എന്നെ ഹൃദയത്തെ എന്റെ തീരുമാനങ്ങളെ മാറ്റുകയല്ല വേണ്ടത്, മറിച്ച് ആ സർക്കിളിൽ നിന്ന് മാറി നിൽക്കുകയാണ് നല്ലത് എന്ന് ജോൺ തീരുമാനിക്കുകയാണ്. അങ്ങനെ തീരുമാനിച്ചെടുത്ത് ജോൺ പീസ് എന്നൊരു അവസ്ഥയിലേക്ക് കടന്നു പോവാണ്. അപ്പൊ ജോൺ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ ഓഫീസ് ടൈമിൽ ഉച്ചയ്ക്ക് ശേഷം അവർ കുറച്ച് ഫ്രീ ആവുന്ന സമയമുണ്ട്, ലഞ്ചൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ. ആ സമയത്ത് ഡയറക്ടർ പോൾ എല്ലാവരും ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ പോകുന്ന സമയത്ത് ഇവർക്ക് കുറച്ച് ഫ്രീ ടൈം. ആ സമയത്ത് എല്ലാവരും കൂടി ഇരുന്ന് തിരിച്ച് തമാശ പറയുമ്പോൾ ജോൺ വന്നു കഴിഞ്ഞാൽ ഇവരെല്ലാം നിർത്തും. അപ്പൊ ജോൺ കണ്ടെത്തിയ എന്താ വെച്ചാൽ, ഓക്കെ, ഇതിന് വേണ്ടിയിട്ട് എന്റെ ഫിനാൻഷ്യൽ ബുദ്ധിമുട്ടുകൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് സഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തരം ഒരു കാര്യത്തിലേക്ക് ഇടപെടുന്നതിന്റെ പേരിൽ ഞാൻ ഒറ്റപ്പെടുന്നുവെങ്കിൽ ലെറ്റ് ഇറ്റ് ബി. ജോൺ എന്ത് ചെയ്യുന്ന വെച്ചാൽ തന്റെ ഊണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്റെ ക്യാബിനിൽ പോയിരുന്ന് ജോൺ തന്റെ വർക്കും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലും കുറച്ച് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ്. അപ്പൊ ഇറ്റ് മീൻസ് ഇഫ് ഇറ്റ് ഹേർട്സ്, എന്തെങ്കിലും നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ അവിടെ നമ്മളെ മാറ്റുന്നതിന് പകരം നമുക്കത് മാറാനും ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ അതാണ് നമ്മുടെ പീസ്ഫുള്ളിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെങ്കിൽ ബി എവേ ഫ്രം ദാറ്റ് സർക്കിൾ. ആ സർക്കിളിൽ നിന്ന് മാറി നിൽക്കുക. ഞാനിതൊരിക്കൽ പരീക്ഷിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണെങ്കിലും ഇറ്റ് ഗീവ്സ് എ ഗ്രേറ്റ് പീസ് ഫോർ us. കാരണം അവിടെ നമുക്ക് ഇത് നമ്മുടെ ഫിനാൻഷ്യൽ പ്രശ്നങ്ങളൊന്നും മറ്റുള്ളവർ ഒന്നും പരിഹരിച്ചു തരില്ല. അവിടെ നമ്മൾ തന്നെ അത് മാനേജ് ചെയ്ത് മുന്നോട്ട് പോകണം. അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇത്തരം പ്രശ്നങ്ങളിൽ നിന്ന് സ്വയം മാറി നിൽക്കുക, ആ സർക്കിളിൽ നിന്ന് മാറി നിൽക്കുക എന്നാണ് ജോൺ മനസ്സിലാക്കിയത്. അത് ജോണിന് ഒരുപാട് പീസ് കൊണ്ടുവന്നു. കാരണം താൻ സ്വയം മാനേജ് ചെയ്യേണ്ട കാര്യങ്ങളിൽ ഒന്നും സ്റ്റഡി ആയിട്ട് നിൽക്കാൻ ജോണിന് ആ തീരുമാനത്തിൽ വളരെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ എല്ലാവരും ചെയ്യുന്നത് കൊണ്ട് ഞാൻ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അത് എന്റെ മറ്റു കാര്യങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ട്. ഇറ്റ് ഈസ് നോട്ട് ഹേർട്ടിങ്, ഇറ്റ് ഈസ് സെൽഫ് ലവ് എന്ന് പറയുന്നു. പിന്നെ റിജക്ഷൻ ഡസൻ മീൻ യു ആർ റോങ്. അതായത് ഈ സമയങ്ങളിൽ ഈ ഗ്രൂപ്പിൽ നിന്ന് എല്ലാത്തിൽ നിന്നും ഇപ്പൊ അവർ ഒന്നിച്ച് പോകുമ്പോൾ ഒരേപോലത്തെ യൂണിഫോം ഇട്ട് പോകുന്നു, ഇപ്പൊ അതൊരു റിജക്ഷൻ ആണ്. ജോൺ പറഞ്ഞു കഴിഞ്ഞു എനിക്ക് എപ്പോഴും സാധിക്കില്ല. ലോൺലിനെസ് ഡസൻ മീൻ യു ആർ വീക്ക്. അപ്പൊ എന്ത് ചെയ്യുന്ന ചില സമയത്ത് പോകുന്ന സമയത്ത് ഇവരെന്ത് ചെയ്യും, പിന്നീട് ജോണിനോട് പറയാതെ. അപ്പൊ ഇവര് പറയാതെ എന്ത് ചെയ്യുന്ന എന്തെങ്കിലും ഫംഗ്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ, അതായത് ഫംഗ്ഷൻ ജോൺ അറിഞ്ഞിട്ടുണ്ടാവും, ഇവര് പോകുന്നതിന്റെ ആ ഒരു ഡ്രസ് കോഡൊന്നും ജോണിനോട് പറയണ്ടേ. അപ്പൊ ജോൺ ഫീൽസ് റിജക്ഷൻ. ഓക്കെ, അപ്പൊ അവിടെ എന്ത് ചെയ്യുന്ന വെച്ചാൽ ആ ഫംഗ്ഷനൊക്കെ ചെല്ലുമ്പോൾ ജോൺ ഒരു ഒറ്റപ്പെടുന്നതായിട്ട് ജോണിന് ഫീൽ ചെയ്തു. അപ്പൊ ജോണിന് മനസ്സിലായി ലോൺലിനെസ് ഡസൻ മീൻ യു ആർ വീക്ക്. ഞാൻ ഒരു വീക്ക് ആയിട്ടുള്ള പേഴ്സൺ ഒന്നുമല്ല. ഈ സമയങ്ങളിലൊക്കെ നമ്മൾ സ്വയം പറഞ്ഞു തുടങ്ങുന്നത് എന്താണെന്ന് അറിയാം, ഓ ഐ ആം റോങ്, എനിക്ക് അങ്ങനെ ചെയ്യാമായിരുന്നു, ഞാൻ വളരെ മോശമായിപ്പോയി. സ്റ്റോപ്പ് കംപ്ലൈനിങ് അബൌട്ട് യുവർ സെൽഫ്. കീപ് ക്വയറ്റ്. ഒന്നും പറയാൻ, ഒന്നും റെസ്പോണ്ട് ചെയ്യാൻ ചില സമയത്ത് നമുക്ക് പറ്റിയിട്ടില്ലെങ്കിൽ ഒന്നും പറയാതിരിക്കുക. അത് സ്വയവും പുറത്തേക്ക് ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, സേഫ്റ്റിക്ക് പറയാതിരിക്കും. പക്ഷെ ഉള്ളിൽ സ്വയം നമ്മൾ എന്ത് ചെയ്യും, ആവശ്യമില്ലാതെ നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യും. ഓ എനിക്ക് അങ്ങനെ ചെയ്യാമായിരുന്നു, എനിക്ക് ഇങ്ങനെ ചെയ്യാമായിരുന്നു. ഇറ്റ് ഹാപ്പൻ. ഇനി ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ആ സമയത്ത് ചിന്തിക്കേണ്ട ഇത്രയേ ഉള്ളൂ, കീപ് ക്വയറ്റ്. നിങ്ങളുടെ ചിന്തകൾക്ക് ഫുൾ സ്റ്റോപ്പ് ഇടും. അവിടെ ഒന്നും പറയണ്ട, മിണ്ടാതെ മുന്നോട്ട് പോവുക എന്നാണ് പറയുന്നത്. ഇനി മറ്റൊരു പോയിന്റ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പഞ്ച് ടീച്ചേഴ്സ് കറേജ് വിത്തൗട്ട് പെർഫോമൻസ് എന്ന് പറയുന്നത്. ഈ പഞ്ചിനെ ഞാൻ കൂട്ടിച്ചേർത്താണ് കേട്ടോ. ഈ കറേജ്, അതായത് ചില സമയത്ത് നമ്മളുടെ ഈ സക്സസ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ പെർഫോമൻസ് ആയിരിക്കുന്നില്ല. ഈവൻ ഇഫ് വി ഫോൾ, ഇപ്പൊ എവിടെയാണെങ്കിലും ലൈഫിലാണെങ്കിലും ചിലപ്പോൾ നമുക്ക് ഉദ്ദേശിച്ച രീതിയിൽ വിജയിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും, കരിയറിനാണെങ്കിലും നമുക്ക് ഉദ്ദേശിച്ച രീതിയിൽ ലൈഫിൽ മുന്നേറാൻ പറ്റിയിട്ടില്ല, ബട്ട് സ്റ്റിൽ വി ഹാവ് ടു ഷോ ദാറ്റ് വി ആർ ഇൻ ദ വേൾഡ്. നമ്മൾ ഇപ്പോഴും അവിടെയുണ്ട്. ചിലപ്പോൾ ജോലിയിലാണെങ്കിലും നിങ്ങളുടെ ഓഫീസുകളിലാണെങ്കിലും നിങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും വലിയൊരു റെസ്പോൺസ് അവിടെ ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ലെങ്കിലും യു ഹാവ് ടു ഷോ ദാറ്റ് ഐ ആം സ്റ്റിൽ ഇൻ ദിസ് വേൾഡ്. ദാറ്റ് സക്സസ് എന്ന് പറയുന്നത് എപ്പോഴും വിജയങ്ങൾ മാത്രം ആയിക്കൊള്ളണം എന്നില്ല എന്നാണ് പറയുന്നത്. നിങ്ങൾ ഈ ലോകത്തുണ്ട് എന്ന് ജസ്റ്റ് പ്രൂവ് ചെയ്താൽ മാത്രമാണ്. ഇവിടെയാണ് എവിടെ എന്ന് വെച്ചാൽ നമ്മുടെ
സൂയിസൈഡ് അറ്റംപ്റ്റിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്നത്. പലരും എന്തുകൊണ്ട് സൂയിസൈഡിലേക്ക് പോകുന്നു എന്നോർത്താൽ, അതായത് മറ്റുള്ളവർ ജീവിക്കുന്നത് പോലെ എനിക്ക് ജീവിക്കാൻ പറ്റിയില്ല, എന്റെ ലൈഫ്, എന്റെ ഫാമിലി ലൈഫ് എനിക്ക് നഷ്ടപ്പെട്ടു, അത് മറ്റുള്ളവരുടെ മുന്നിൽ എനിക്ക് ഒരുപാട് അപമാനം ഉണ്ടാക്കുന്നു എന്ന് തോന്നുന്നിടത്താണ് പലരും ആത്മഹത്യ ചെയ്യുന്നത്. ആത്മഹത്യ എന്തിനും അവരുടെ ചിന്തയിലും ഇതാണ്, സമൂഹം എന്ത് വിചാരിക്കും, ഞാൻ വിജയിച്ചില്ല, ഞാൻ തോറ്റുപോയി എന്ന് ചിന്തിക്കുന്നിടത്ത് എളുപ്പമാർഗമാണ് എന്ത്, സൂയിസൈഡൽ തോട്ട്, എനിക്ക് സൂയിസൈഡ് എന്ന് പറയുന്നത്. പക്ഷേ വാട്ട് എവർ ഇറ്റ് ഇസ്, ഐ ഫാൾസ് ഡൗൺ, ഐ ഫീൽ ദാറ്റ് ഞാൻ വീണു, ഇറ്റ്സ് ഓക്കെ ടു ബി നോട്ട് ഓക്കെ എന്ന് പറഞ്ഞതുപോലെ ഞാൻ വീണു, ഞാൻ തോറ്റു, ഞാൻ മോശപ്പെട്ട വ്യക്തിയായി, ഓക്കെ, വാട്ട് എവർ ഹാപ്പൻ, സ്റ്റിൽ ബി ഇൻ ദിസ് വേൾഡ്, ബിക്കോസ് ദ പാസ്റ്റ് ഡസൻറ്റ് ഡിഫൈൻസ് യു എന്ന് പറയുന്നത്. വാട്ട് യു ആർ ഗോയിങ് ടു ഡു നെക്സ്റ്റ്, ഇനി നിങ്ങൾ എന്ത് ചെയ്യുന്നു അതിനെ മാത്രമേ നിങ്ങൾ ഡിഫൈൻ ചെയ്യാൻ പറ്റുള്ളൂ. പാസ്റ്റിൽ ഇതൊക്കെ ആൾക്കാർക്ക് 1-2 ദിവസം മാത്രമേ നിങ്ങളൊരു ചർച്ചാ വിഷയമാകുന്നുള്ളൂ. 2 ദിവസം കഴിഞ്ഞാൽ പുതിയൊരു കാര്യം കിട്ടുമ്പോൾ അവർ അതിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും. സംടൈംസ് ദ മോസ്റ്റ് പവർഫുൾ സ്റ്റേറ്റ്മെന്റ് ഇവിടെയാണ്, ദാറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഐ ആം സ്റ്റിൽ ഹിയർ, whatever happens, this is happening in my life also. Okay, whatever happened, I falls down several times. Frankly, I'm telling നിങ്ങൾ ഒക്കെ മുന്നിൽ എത്തിക്കൊണ്ട് തന്നെ ഒരുപാട് തവണ തോറ്റിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ യു ഹാവ് ടു ഷോ ദാറ്റ് ഐ ആം സ്റ്റിൽ ഹിയർ ഇൻ ദിസ് വേൾഡ്, ബിക്കോസ് ഐ ഹാവ് ദ റൈറ്റ് ടു ബി ഹിയർ ഇൻ ദിസ് വേൾഡ്, വാട്ട് എവർ ഹാപ്പൻ, ബിക്കോസ് ലൈഫ് ഈസ് നോട്ട് സെയിം ഫോർ എവ്രി വൺ. എല്ലാവർക്കും ഒരുപോലെ അല്ല ജീവിതം എന്ന് പറയുന്നത്. പക്ഷെ സ്റ്റിൽ I will try to smile whatever the situation is. I will be here whatever happens. I will be here when no claps are given. അതായത് ക്ലാപ്സ് ഒന്നും കിട്ടിയില്ലെങ്കിൽ പോലും ഞാൻ ഇവിടെ ഈ ലോകത്തുണ്ടാവും, ബിക്കോസ് ഐ ഡിസേർവ് ദ ബെസ്റ്റ്. ഐ ഡിസേർവ് ടു ബി ദിസ് ഇൻ ദിസ് വേൾഡ്. ദർ ഇസ് എ ഗ്രേറ്റ് പേർപ്പസ്. എപ്പോഴും ഇഫ് സംതിങ് ഫീൽസ് ബാഡ് ഫോർ മീ, അപ്പോൾ ചില സമയത്ത് നമുക്ക് ഓട്ടോമാറ്റിക്കലി നെഗറ്റീവ് തോട്ട്സ് വരും. ആ സമയത്ത് ചിന്തിക്കേണ്ടത്, ഗോഡ് ഹാസ് എ ഗ്രേറ്റ് പേർപ്പസ് ഫോർ മീ, ഐ സ്റ്റിൽ ബി ഹിയർ. ഞാനിവിടെ ഉണ്ട്, എനിക്ക് എന്നെ കൊണ്ട് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റിയുള്ളൂ, ഞാൻ ഒരുപാട് തോറ്റുപോയി, ഞാൻ ഒരുപാട് വീണിട്ടുണ്ട്, ബട്ട് സ്റ്റിൽ വാട്ട് എവർ ഇറ്റ് ഇസ്, ഐ വിൽ ബി സ്റ്റിൽ ഹിയർ ഇൻ ദിസ് വേൾഡ്. ഇത് കേൾക്കുമ്പോൾ ചില സമയത്ത് പലരും ചിന്തിക്കും ഇതൊക്കെ പറയാൻ എളുപ്പമാണ്. പറയാൻ മാത്രമല്ല, അത് ചെയ്യാനും ഇത്തിരി ബുദ്ധിമുട്ടുണ്ടെങ്കിലും അത് ചെയ്യാൻ നമ്മൾ ഇറങ്ങി പുറപ്പെട്ടാൽ അത് ചെയ്യാൻ പറ്റും എന്നുള്ളത് പ്രൂവ് ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും നിങ്ങളോട് എപ്പോഴെങ്കിലും പറയാൻ സാധിക്കുമെങ്കിൽ ഞാനത് ഷെയർ ചെയ്ത് തീർച്ചയാണ്. കാരണം സ്റ്റിൽ ഐ ആം ഹിയർ ഇൻ ദിസ് വേൾഡ്. മറ്റുള്ളവർക്ക് ഞാൻ ഒരു കൂടുതൽ എന്ത് ചെയ്യുന്നില്ല, ഒരു കൂടുതൽ വാല്യൂ ആയിട്ട് തോന്നുന്നുണ്ടായിരിക്കില്ല. ഇറ്റ്സ് ഓക്കെ, ലെറ്റ് ഇറ്റ് ഫ്രീ, അവരെ ഫ്രീ ആക്കി വിടുക. ബട്ട് സ്റ്റിൽ ഐ വിൽ ബി ഹിയർ, ഐ കീപ് മൂവിങ് വാട്ട് എവർ ഹാപ്പൻ. എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ മുന്നോട്ട് തന്നെ, ഞാൻ വീണാലും ശരി, ഞാൻ തോറ്റാലും ശരി, ഞാൻ ക്രിട്ടിസൈസ് ചെയ്യപ്പെട്ടാലും ഐ വിൽ ബി ഹിയർ ഇൻ ദിസ് വേൾഡ്, ഐ വിൽ കീപ് മൂവിങ് എന്ന് പറയുന്നത്. സോ സംടൈംസ് ദ മോസ്റ്റ് പവർ, ചില സമയത്ത് എന്തൊക്കെ സംഭവിച്ചാലും, എത്ര ചൂണ്ടിക്കാണിച്ച് നമ്മൾ ക്രിട്ടിസൈസ് ചെയ്താലും പറയേണ്ട വാക്ക് ഇതാണ്, ഐ ആം സ്റ്റിൽ ഹിയർ ബിക്കോസ് ഐ ഡിസേർവ് ദ ബെറ്റർ. ഞാൻ എന്തൊക്കെ ചെയ്താലും, ബെറ്റർ ആയിട്ടൊന്നും സംഭവിച്ചില്ലെങ്കിൽ പോലും ഞാൻ ഈ ഭൂമിയിൽ തന്നെ ഉണ്ടാകും, ഞാൻ മുന്നോട്ട് പോകും. പഞ്ച്, ഇവിടെ പഞ്ച് എന്ന മങ്കിയെ കുറിച്ച് വീണ്ടും ചേർത്തിട്ടാണ് ഞാൻ ഈ ടോപ്പിക്ക് പറയുന്നത്. അപ്പൊ ആ കുഞ്ഞു കുരങ്ങൻ ഇവിടെ ഹി ഡിഡ്ന്റ് കൺട്രോൾ വാട്ട് ഹാപ്പൻ, അതായത് തന്റെ കൂട്ടുകാരൊക്കെ തള്ളി മാറ്റിയപ്പോഴും അവിടുത്തെ ഒരു ഓട്ടം ഉണ്ട്. നിങ്ങൾക്ക് ആ വീഡിയോ എടുത്ത് നോക്കിയാൽ ആ ഓട്ടം ഓടിയിട്ട് ഈ ഒരു ടെഡി ബെയറിനെ അതിനെ ചേർത്ത് പിടിച്ച് കിടക്കുന്നുണ്ട്. അപ്പൊ അവരെന്ത് ചെയ്യുന്നു എന്ന് ഞാൻ കൺട്രോൾ ചെയ്യുന്നില്ല. ഐ എം മൂവിങ് എവേ ഫ്രം ദം, ഐ ഡിഡ്ന്റ് കൺട്രോൾ ദ ഫിയർ. പഞ്ചിന് ഒരുപാട് ഭയം തോന്നിയിട്ടുണ്ട്, ഭയം തോന്നിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഇവര് ബുദ്ധിമുട്ടിക്കുമ്പോൾ, ഇടയ്ക്ക് അമ്മയുടെ അടുത്ത് ചെല്ലുമ്പോൾ അമ്മ തട്ടി മാറ്റുമ്പോൾ ഹി ഫീൽസ് ഫിയർ, ഹി ഡിഡ്ന്റ് കൺട്രോൾ ഹിസ് പെയിൻ. ചില സമയത്ത് പഞ്ച് എന്ത് ചെയ്യുന്നുണ്ട്, ഈ കുഞ്ഞ് ടെഡി ബെയറിന്റെ അടുത്ത് മുകളിൽ പോയി കിടന്ന് ഇങ്ങനെ കരയുന്നുണ്ട്. ഹി ഡിഡ്ന്റ് കൺട്രോൾ ഹിസ് പെയിൻ, ഹി ഡിഡ്ന്റ് റൺ ഫ്രം ദ പെയിൻ എന്നുകൂടി പറയുന്നത്. ബട്ട് ഹി ഡിഡ്ന്റ് ലെറ്റ് ദ റെയിൻ ഡിസൈഡ് ഹിസ് ഫ്യൂച്ചർ. വാട്ട് എവർ ഹാപ്പൻ, ഐ ആം സ്റ്റിൽ ഹിയർ. ഇതൊക്കെ കഴിഞ്ഞ് പഞ്ചിന് കൂളായാൽ ടെഡി ബെയറിനെ അവിടെ വെച്ച് വീണ്ടും എന്ത് ചെയ്യും, ഒറ്റയ്ക്ക് പോയി അവരോടൊക്കെ കൂട്ടുകൂടാനൊക്കെ വീണ്ടും ശ്രമം നടത്തും. വീണ്ടും അവർ തള്ളി പാട്ടുമ്പോൾ കൂട്ടുകാരൊക്കെ എന്ത് ചെയ്യുന്നു, തന്നെ തള്ളി മാറ്റുമ്പോൾ ഉപദ്രവിക്കാൻ ശ്രമിക്കും. വീണ്ടും പഞ്ച് എന്ത് ചെയ്യും, അവിടെ ഓടി വീണ്ടും ടെഡി ബെയറിന്റെ അടുത്തെത്തും. സോ വാട്ട് എവർ ഹാപ്പൻ, ഐ ട്രൈ ടു ബി ഫിറ്റ് ഇൻ വിത്ത് ദം. ബട്ട് ഇഫ് they didn't allow me, okay, I will move away from them. So the lesson here it is, you can always stop what hurt you. അപ്പൊ എന്തെങ്കിലുമൊക്കെ എപ്പോഴും നമ്മൾ ഹേർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ബട്ട് സ്റ്റിൽ ഓൾവേസ് റിമെമ്പർ, ഐ വിൽ ബി ഹിയർ ടിൽ ദ ലാസ്റ്റ് ബ്രെത്ത്.
whatever happens to me, അത് അവസാന ശ്വാസം വരെ ഐ വിൽ ബി ഹിയർ. ഐ വിൽ നെവർ ഫോഴ്സ് ടു എനി അതർ ഡിസിഷൻ. ഒരിക്കലും ഒരു സൂയിസൈഡൽ തോട്ടിലേക്ക് മുഴുവൻ വരുന്ന ഇതാണ്, സമൂഹം എന്ത് ചിന്തിക്കും, സമൂഹം എന്നെ കുറിച്ച് എന്ത് പറയും. 2 ദിവസമേ അറിയുള്ളൂ. അത് കഴിഞ്ഞ് അവർക്ക് അവരുടെ പുതിയ കാര്യങ്ങളിൽ എത്തിക്കുമ്പോൾ അവർ അതിലേക്ക് മാറും. പിന്നെ അവർ അതിനെ കുറിച്ച് മാത്രമേ ചിന്തിക്കുള്ളൂ. അപ്പോഴും ചിന്തിക്കേണ്ട, ഐ വിൽ ബി സ്റ്റിൽ ഹിയർ ബിക്കോസ് ഐ ഡിസേർവ് ബെറ്റർ. വെൻ ബീയിങ് യുവർ സെൽഫ് സ്റ്റാർട്ട് ടു ഹേർട്ട്, ഇറ്റ്സ് ടൈം ടു ചേഞ്ച് ദ സർക്കിൾ എന്ന് പറഞ്ഞതുപോലെ, നേരത്തെ പറഞ്ഞതുപോലെ, നമ്മെ ഒരു ബുദ്ധിമുട്ടിക്കുന്ന ഒരു സർക്കിളിലാണ് നിൽക്കുന്നതെങ്കിൽ അവിടെ നിന്ന് മാറാൻ സമയമായി. യു ഡോണ്ട് ഹാവ് ടു ബി ബിഗ്ഗസ്റ്റ് ഇൻ ദ റൂംസ്, യു ഡോണ്ട് ഹാവ് ടു ബി ദ സ്ട്രോങ്ങസ്റ്റ്. ഒരു പക്ഷെ നിങ്ങളുടെ ടീമിൽ, നിങ്ങളുടെ ഫാമിലിയിൽ നിങ്ങൾ വലിയൊരു ആളൊന്നും ആയിരിക്കില്ല. മേ ബി ദ സ്മോളസ്റ്റ് വൺ. സ്മോളസ്റ്റ് എന്നാൽ സൈസ് കൊണ്ടല്ല ഉദ്ദേശിക്കുന്നത്. ചിലപ്പോൾ നിങ്ങളെക്കാൾ ഫിനാൻഷ്യലി നല്ല സെറ്റപ്പിലായിരിക്കും, നിങ്ങളെക്കാൾ നല്ലൊരു ഫാമിലി റിലേഷൻഷിപ്പ് ആയിരിക്കാം. അപ്പൊ അവരൊക്കെ ബിഗ് ആകുമ്പോൾ നിങ്ങളെ വളരെ കുറഞ്ഞു കാണുന്നുണ്ടെങ്കിൽ ഡോണ്ട് ബി ഫിയർ അബൌട്ട് ദാറ്റ്. അപ്പൊ ഒരിക്കലും നിങ്ങൾ അങ്ങനെ കുറഞ്ഞു കാണുന്ന ഒരു സമൂഹത്തിന്റെ ഇടയിലാണെങ്കിൽ പോലും ഡോണ്ട് തിങ്ക് അബൌട്ട് ദിസ് വൺ. യു ജസ്റ്റ് നീഡ് എ ഡ്രീം. എപ്പോഴും വേണ്ടത് നമുക്ക് ആവശ്യം, പക്ഷെ പലപ്പോഴും പലർക്കും ഫീൽ ചെയ്തിട്ടുള്ളതാണ്. ചില സമയത്ത് നമ്മുടെ ബിമാജിക്കിൽ നമ്മുടെ ഒരാൾ എന്നോട് എപ്പോഴും പറയാറുണ്ട്, എന്റെ ഫാമിലിയിൽ ഞാൻ മാത്രമാണ് ഇത്രയും ഫിനാൻഷ്യലി മോശമായിട്ടുള്ളത്. എന്നോട് മുന്നേ ഷെയർ ചെയ്യായിരുന്നു, ബാക്കി എല്ലാവരും നല്ല പൊസിഷനാണ്. സോ വാട്ട്, ഐ ആം ദ സ്മോളസ്റ്റ് വൺ, ഐ ആം ദ സ്മോളർ വൺ ഇൻ ദാറ്റ് ഫാമിലി. ഫിനാൻഷ്യൽ വെച്ച് നോക്കുമ്പോൾ ഞാൻ അവിടെ ഏറ്റവും ചെറുത്. സോ വാട്ട്, അവിടെയൊക്കെ പറയുന്നത് നമ്മളപ്പം നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യാൻ നോക്കും. ഓ, എനിക്ക് അവരെ പോലെ ഒന്നും ഉയരാൻ സാധിച്ചില്ല, എനിക്ക് അവരെ പോലെ നല്ലൊരു ഫാമിലി ബിൽഡപ്പ് ചെയ്യാൻ പറ്റിയില്ല, എനിക്ക് എപ്പോഴും ഫെയിലിയർ മാത്രമേ ഉള്ളൂ. സ്റ്റോപ്പ് ജഡ്ജിങ് യുവർ സെൽഫ്. എപ്പോഴും വേണ്ടത്, യു ജസ്റ്റ് നീഡ് എ ഡ്രീം. നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഇവിടെ ആയിരിക്കും, ഐ ഹാഡ് എ ഗ്രേറ്റ് പർപ്പസ് ബൈ ദ ഗോഡ്. അപ്പൊ എപ്പോഴും വേണ്ടത് ഒരു ഡ്രീമാണ്. ആ ഡ്രീമിനെ കുറിച്ച് മാത്രം ചിന്തിക്കുക. ഇപ്പൊ ജോൺ ചെയ്തത് അതാണ്. എന്ത് വന്നാലും എന്റെ കരിയർ നന്നായി മുന്നോട്ട് കൊണ്ടുപോവുക, അതിൽ ശ്രദ്ധിക്കുക. ബാക്കിയൊക്കെ അൺവാണ്ടഡ് തിങ്സ് ഇൻ ദ ഓഫീസ്, ബാക്കിയെല്ലാം അൺവാണ്ടഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ ഇവിടെ വന്നത്, ഈ ജോലിയിൽ പ്രവേശിച്ചത് എന്റെ ലൈഫ് ബിൽഡപ്പ് ചെയ്യാനും എന്റെ കരിയർ ബിൽഡപ്പ് ചെയ്യാനും. കോൺസെൻട്രേറ്റ് ഓൺ ദാറ്റ്. ഐ ഹാവ് എ ഡ്രീം, ദ ബെസ്റ്റ് കരിയർ ഇൻ മൈ ലൈഫ്. ഇതായിരിക്കണം എന്റെ കരിയറിലെ ഏറ്റവും നല്ല ഒരു അവസരം എന്ന് പറഞ്ഞ് ഓൾവേസ് തിങ്ക് അബൌട്ട് യുവർ ഡ്രീം, വാട്ട് എവർ ഹേർട്സ് യു. ആ ഡ്രീമിനെ കുറിച്ച് ചിന്തിക്കുക. ഓക്കെ, ആ ഡ്രീമിൽ ഞാൻ എന്തൊക്കെ ചെയ്തു, ഇനി എന്തൊക്കെ ചെയ്യാം. തിങ്ക് അബൌട്ട് ഓൾവേസ്. സംടൈംസ് വിന്നിങ് ഈസ് സിംപ്ലി സ്റ്റിൽ സ്റ്റാൻഡിങ് ആഫ്റ്റർ എവറിത്തിങ് ട്രൈ ടു നോക്ക് യു ഡൗൺ. എന്തൊക്കെ ട്രൈ ചെയ്തിട്ടും പിന്നെയും നിങ്ങൾ വീണ് പോകുന്നുണ്ടെങ്കിലും ഓൾവേസ് തിങ്ക് ദാറ്റ് ഐ വിൽ ബി ഹിയർ സ്റ്റിൽ whatever happens to me in my life. ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചാലും ശരി. ഇപ്പൊ പഞ്ച് ഇടയ്ക്ക് ഈ പഞ്ച് മങ്കി ഇടയ്ക്കിടയ്ക്ക് കൂട്ടുകാരുടെ പോയിട്ട് കളിക്കാനും അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും ദേ ആർ പുഷിങ് എവേ. എപ്പോഴും അവർ ഉപദ്രവിക്കാനും അവരെ തള്ളി മാറ്റാനും ശ്രമിക്കുക. പഞ്ച് തിരിച്ച് വീണ്ടും ടെഡി ബെയറിന്റെ അടുത്ത് വന്നിട്ട് കെട്ടിപ്പിടിച്ച് ഇങ്ങനെ കരയും. തിരിച്ച് കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും ഇവരുടെ അടുത്തേക്കൊന്ന് പോയി നോക്കും. ബട്ട് സ്റ്റിൽ പഞ്ച് ഡിസൈഡ്, ഐ വിൽ ട്രൈ ബട്ട് ഐ വോണ്ട് ഹേർട്ട് മൈസെൽഫ്. അപ്പൊ മഴ എങ്ങനെ പെയ്തുകൊണ്ടേ ഇരുന്നോട്ടെ, അത് മാറാനോ ആ വെതറിനെ മാറ്റാനോ ഒന്നും നമുക്ക് കഴിയില്ല. അപ്പോ എന്ത് വന്നാലും ഓൾവേസ് യു ഹാവ് ടു ബി എ ഡ്രീം വിത്ത് യു. ദാറ്റ് ഈസ് ദ ടേക്ക് അവേ ഫോർ ദിസ് സെഷൻ, ദ പഞ്ച് മങ്കി. എന്തൊക്കെ സംഭവിച്ചാലും, whatever you feel hurt, always have a dream in your heart. Always think about it. Never speak bad words about you. Never judge yourself. Okay, it happened. What I can learn? Okay, I learned this one. Okay, I'll keep moving. But I cannot change because this is what I am. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. If they want to receive, they will. അപ്പൊ ഞാൻ എന്റെ തീരുമാനക്കൊപ്പം നിൽക്കുമ്പോൾ അവരെന്നെ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ, ലെറ്റ് ഇറ്റ് ബി. അതർവൈസ് ഐ വിൽ കീപ് മൂവിങ്. ഇപ്പൊ എല്ലാവരും ഇപ്പൊ ജോൺ ലാസ്റ്റ് പറയുന്ന ഒരു എക്സാമ്പിളും കൂടിയുണ്ട്. ഇപ്പൊ ജോൺ ഇടയ്ക്ക് ഈ ഉച്ചയ്ക്ക് സമയത്ത് ഫുഡ് കഴിച്ച് പെട്ടെന്ന് ക്യാബിനിലേക്ക് പോകും. അപ്പൊ എന്തെങ്കിലും ഒരു ആവശ്യം വേണ്ടി തിരിച്ചു വരുന്ന സമയത്ത് ഇവരെല്ലാവരും ഒന്നിച്ചിരിക്കുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും സ്വീറ്റ്സ് കഴിക്കായിരിക്കും. അപ്പൊ ഈ സ്വീറ്റ്സ് കഴിക്കുന്ന സമയത്ത് ഇവർക്ക് ജോൺ പറഞ്ഞ എന്റെ മുന്നിൽ വെച്ചിട്ട് എന്നോടൊന്ന് വേണമോ എന്ന് ചോദിക്കുക പോലും ചെയ്യാതെ ഇവര് ഷെയർ ചെയ്ത് കഴിക്കുന്നു തോന്നും. അപ്പൊ ജോൺ എന്ത് ചെയ്യാറില്ല, ചോദിക്കാറില്ല. ജോണിന് താല്പര്യമില്ല. കാരണം നമ്മളെ കണ്ടവർ എല്ലാവരും ഷെയർ ചെയ്ത് കഴിക്കുന്നു, നമുക്ക് തന്നിട്ടില്ലെങ്കിൽ ഇറ്റ്സ് ഓക്കെ, ലെറ്റ് ഇറ്റ് ബി. കാരണം അപ്പൊ ജോൺ ചിന്തിച്ചിത്ര അവര് തന്നില്ല എന്നായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്. അവർക്ക് ഇത് എനിക്ക് വാങ്ങിക്കാൻ പറ്റും. ജോൺ ചിന്തിച്ചത് അങ്ങനെയാണ്. എനിക്ക് കാശ് കൊടുത്ത് ഈ ഒരു സ്വീറ്റ് വേണമെങ്കിൽ ബേക്കറിയിൽ നിന്ന് വാങ്ങി കഴിക്കാം. വൈ ഐ ഫീൽ സച്ച് തിങ്. അപ്പൊ എനിക്ക് തന്നില്ല എന്ന് ചിന്തിക്കുന്നതിന് പകരം എനിക്കത് ഇഷ്ടപ്പെട്ട് എനിക്കത് വേണമെന്ന് തോന്നിയാൽ ഐ ക്യാൻ ബൈ. എനിക്ക് വേണമെങ്കിൽ ബേക്കറിയിൽ നിന്ന് വാങ്ങി കഴിക്കാം. അങ്ങനെ ചിന്തിക്കുക. അപ്പൊ നമ്മളെ മാറ്റി നിർത്തുന്നുണ്ടെങ്കിൽ ലെറ്റ് ഇറ്റ് ബി
ലെറ്റ് ദം ഗോ. അവര് എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ. പക്ഷെ അങ്ങനെ ചെയ്തു തുടങ്ങിയപ്പം ജോണിന്റെ കരിയറിൽ ജോൺ ഒരുപാട് ഇമ്പ്രൂവ് ആവുകയും ആ ഒരു ഓഫീസിലെ കരിയറിൽ ജോണിന് ഒരുപാട് ഹയർ പൊസിഷനിലേക്ക് മാറാനും കഴിഞ്ഞു എന്ന് അപ്പോഴും ജോൺ പറയുന്നത് അപ്പോഴും എന്റെ ഡിസിഷനിലായിട്ട് ഞാൻ അപ്പോഴും അതേപോലെ മുന്നോട്ട് പോകും. എപ്പോഴെങ്കിലൊക്കെ ആണെങ്കിൽ ഇത്തരം പാർട്ടികളിലൊക്കെ ജോണിന് പങ്കെടുക്കാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷെ അപ്പൊ ജോൺ എന്ത് ചെയ്യും? അവര് ചെയ്യുന്ന പോലെ ജോൺ എപ്പോഴെങ്കിലൊക്കെ വേണ്ട സമയത്ത് കാര്യങ്ങൾ ചെയ്യും. പക്ഷെ അപ്പോഴും വേണ്ടാത്ത കാര്യങ്ങൾക്ക് ജോൺ നോ എന്ന് പറയാൻ ശ്രമിക്കുകയും ചെയ്തു. അത് ജോണിനെ ഹേർട്ട് ചെയ്യുന്ന ഫീൽ ചെയ്തു ജോണിന് തോന്നിയെങ്കിലും ഇറ്റ്സ് ഓക്കെ, ദിസ് ഇസ് മൈ കണ്ടീഷൻ, ഐ വിൽ ബി, ഐ കനോട്ട് ഓവർ ബേർഡൻ മൈസെൽഫ്. എന്നെ ഒരുപാട് ജഡ്ജ് ചെയ്യാനും എന്നെ ഒരുപാട് ക്രിറ്റിസൈസ് ചെയ്യാൻ ഞാൻ ഇനി മുതിരില്ല. ഐ ആം ഹിയർ വാട്ട് ഇറ്റ് ഇസ്. ഞാൻ എന്താണോ അത് തന്നെയാണ്. അതുമായിട്ട് മുന്നോട്ട് പോകാൻ മാത്രമേ എനിക്ക് സാധിക്കുള്ളൂ. ബട്ട് സ്റ്റിൽ ഓൾവേസ് റിമെമ്പർ, ഐ ആം ഹിയർ ടു ഹാവ് എ ഗ്രേറ്റ് പർപ്പസ്. ഞാൻ ഈ ഭൂമിയിൽ ഉണ്ടെങ്കിൽ അതൊരു വലിയൊരു പർപ്പസിന് വേണ്ടിയിട്ടുള്ളതാണ്. ഐ കീപ് മൂവിങ് എന്ന് പഞ്ച് മങ്കി നമ്മൾ ഇടയ്ക്ക് ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പൊ പഞ്ച് മങ്കിയുടെ ലെസൺ ഇതുപോലെ മുന്നൊരു പെൻക്വിനും ഉണ്ടായിരുന്നു. അത് ഓർമ്മയുണ്ട്, സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു പെൻക്വിന്റെ വീഡിയോസും ഉണ്ടായിരുന്നു. ഇതേപോലെ ഒരു പെൻക്വിൻ തന്റെ കൂട്ടുകാരുടെ ഇടയിലൊക്കെ നിൽക്കാൻ ശ്രമിച്ചപ്പോഴും പെൻക്വിനെ തട്ടി മാറ്റി ഈ പെൻക്വിൻ ഒറ്റയ്ക്ക് നടന്നു പോകുന്നത്, അതായത് പുതിയൊരു ഏരിയയിലേക്ക് ഒറ്റയ്ക്ക് തന്നെ ആ കൂട്ടുകാർക്കൊക്കെ മാറി ആ ഒരു തണുപ്പുള്ള ഒരു സ്ഥലത്ത് ഒറ്റയ്ക്ക് പുതിയൊരു സ്ഥലം കണ്ടെത്തി. അപ്പൊ അവിടെ പെൻക്വിനെ അന്വേഷിച്ച് പുതിയ പുതിയ കൂട്ടുകാർ വന്ന് അവിടെ പെൻക്വിന് പുതിയ ഒരു സിസ്റ്റം ബിൽഡപ്പ് ചെയ്യാൻ പറ്റി എന്നുള്ളത്. അതും ഇതേപോലെ ആനിമൽ വേൾഡിൽ വലിയൊരു സർപ്രൈസ് ഉണ്ടാക്കിയതാണ്. അപ്പൊ നമ്മളെ കൂട്ടത്തിൽ കൂട്ടാൻ കഴിയാത്ത ടീമിന് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടതില്ല. സ്റ്റിൽ ബി ദെയർ വെൻ ദർ ഇസ് നോ ക്ലാപ്സ് എന്ന് പറയുന്നത്. ഒരിക്കലും ഒരു കയ്യടിയും കിട്ടിയില്ലെങ്കിൽ പോലും ഇഫ് ഐ ഹാവ് ടു ബി ദെയർ, ബി ദെയർ എന്ന് പറയുന്നു. അപ്പൊ അവിടെ ചിലപ്പോൾ നമുക്ക് ഒന്നും കിട്ടിയില്ല, ഒരു ക്ലാപ്പ് അടിയോ ഒരു അപ്രിസിയേഷനോ ഇല്ലെങ്കിൽ ഞാൻ അവിടെ വേണം എന്നുണ്ട് എനിക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഐ വിൽ ബി ദെയർ ബിക്കോസ് ദാറ്റ് ഡിസേർവ്സ് മീ ബെറ്റർ, ബിക്കോസ് ഐ ഫീൽ ബെറ്റർ. അവിടെ എത്തണം എന്നുള്ളത് എന്റെ ആവശ്യമാണെങ്കിൽ ഞാൻ അവിടെ എത്തിയിരിക്കും, ഞാൻ അത് ഭംഗിയായി ചെയ്തിരിക്കും. സോ ഓൾവേസ് തിങ്ക്, whenever you feel hurt, always be yourself. Tell good words. I'm here for a purpose. Let it go. Never complain. ഒരിക്കലും കംപ്ലൈന്റ് പറയാതെ അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് പഞ്ചുമങ്കി ചെയ്തതുപോലെ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ബട്ട് സ്റ്റിൽ ഹി വിൽ ബി ബാക്ക് ടു ഹിസ് ടെഡി ബെയർ. ഓടി വന്ന് തിരിച്ചൊരു കംഫർട്ട് സോണിൽ കെട്ടിപ്പിടിച്ച് അപ്പൊ ദർ ഇസ് സംവൺ. അപ്പൊ ഒരിക്കലും നമുക്കൊരു മനുഷ്യന്മാരുടെ ജീവനുള്ള വസ്തു വേണമെന്നൊന്നും യാതൊരു നിർബന്ധവും ഇല്ല. നമുക്ക് വേണമെങ്കിൽ ഒരു യാത്രയാവാം. ഇതൊരു ഹീലിംഗ് ആണ്. അത് നമുക്ക് സന്തോഷം തരുമെങ്കിൽ അത് ചൂസ് ചെയ്യുക. പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുക, അത് ഹീലിംഗിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഞാൻ അങ്ങനെയാണ് പുതിയ പുതിയ ഹീലിംഗിന്റെ ആവശ്യം വരുമ്പോൾ ഞാൻ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുകയാണ് ചെയ്യുന്നത്. ബിക്കോസ് ദാറ്റ് ഫീൽസ് മീ ബെറ്റർ. അത് ചെയ്യുമ്പോൾ കുറച്ചും കൂടി എനിക്ക് ഹെൽപ്ഫുൾ ആവും. അത് എനിക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനും എന്നെ ഗൈഡ് ചെയ്യാനും സഹായിക്കും. തിരിച്ചറിഞ്ഞെത്താൻ ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ല, ഒരു ടെഡി ബെയർ കെട്ടിപ്പിടിച്ചപ്പോഴും കിടക്കുന്നത്, ദേ ഫീൽസ് ബെറ്റർ, ദേ ടോക്കിംഗ്, അവരോട് എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ എന്തെങ്കിലും ആയിട്ടൊരു അറ്റാച്ച്മെന്റ് നമുക്ക് ഉണ്ടാവുന്നത് നല്ലതാണ്. അത് ടെഡി ബെയർ വേണം നല്ല ഉദ്ദേശിച്ചത്. നമുക്ക് ഇഷ്ടപ്പെട്ട യാത്രകളാവാം, വായനകൾ, പുസ്തകങ്ങളാവാം. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക. ഓൾവേസ് റിമെമ്പർ, sometimes the most powerful statement is this: I am still here when there is no claps for me. എനിക്കൊരു കയ്യടി കിട്ടിയിട്ടില്ലെങ്കിലും ഞാൻ ഈ ലോകത്ത് അവസാന ശ്വാസം വരെ ഉണ്ടാവും. അത്തരം ഒരു ചിന്തയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും മൂവ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ഐ ബ്ലസ് യു ഓൾ, ഐ താങ്ക് യു ഓൾ ആൻഡ് ഐ ലവ് യു ഓൾ. ഗുഡ് ഡേ. താങ്ക് യു മാം. അപ്പോ ഫീഡ്ബാക്സ് അറിയിക്കാനായി ബാക്കി ബി മാജിക് മെമ്പേഴ്സിനെ ക്ഷണിക്കുന്നു. ഇത് ഹലോ കണ്ട ഈ ഒരു ആ ഓക്കെ സ്റ്റക്കായി സ്റ്റക്കായി. അതെ. അപ്പൊ എന്റെ മനസ്സിൽ വന്ന എന്താ അറിയോ, ഐ വിൽ ബി സ്റ്റിൽ ഹിയർ ടിൽ ദ സൂം എൻഡ്സ് വെൻ ദർ ഇസ് നോ. എന്ത് പറയണമെന്നറിയാൻ പാടില്ലാതെ. ഓക്കെ മാം, നല്ലൊരു സെഷൻ. കാരണം ഇതൊക്കെ ഈ പറഞ്ഞ സംഭവം എല്ലാവരുടെയും ജീവിതത്തിൽ, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിൽ കൂടെ കടന്നു പോകുന്ന ഒരു സംഭവം തന്നെയാണ്. അപ്പം അതിനെ എങ്ങനെ
നമ്മുടെ എന്താണ് മൈൻഡിന് ക്ഷതവേക്കാത്ത രീതിയിൽ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാമെന്നാണ് മാഡം പറഞ്ഞു തന്നത്. അത് നമ്മൾ തീർച്ചയായിട്ടും ആ ഒരു മങ്കിയുടെ കാര്യം പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിലും നമ്മളെ ഉൾക്കൊള്ളാൻ പറ്റാത്തവരും അല്ലെങ്കിൽ നമ്മളെ എപ്പോഴും പഴിക്കുന്നവരും ഒക്കെ കാണുമായിരിക്കാം. പക്ഷെ നമ്മളത് മൈൻഡ് ചെയ്യണ്ട. നമ്മുടെ പർപ്പസ് എന്താണെന്ന് നോക്കി നമ്മൾ നല്ലതായിട്ട് ജീവിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. പിന്നെ മറ്റുള്ളവരുടെ കയ്യടി ഒന്നും നമുക്ക് ആവശ്യമില്ല. നമ്മൾ എന്തിനാണോ ഇവിടെ വന്നേക്കുന്നത്, നമ്മുടെ അവസാന ശ്വാസം വരെ നമ്മൾ ജീവിക്കുക. എന്ത് വന്നാലും അതിനെ തരണം ചെയ്യാനും നമ്മൾ അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് സന്തോഷത്തോടെ ജീവിക്കാൻ ശ്രമിക്കുക എന്നുള്ളത് മാത്രമാണ് എനിക്ക് മനസ്സിലായത്. താങ്ക് യു. നല്ലൊരു സെഷൻ ആയിരുന്നു മാം. താങ്ക് യു. താങ്ക് യു ഷീല മാം, താങ്ക് യു സോ മച്ച്. ഷീല മാം ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഇതേമാതിരി ഒരു ഓർഗനൈസേഷനിലെ ഒരു ഭാഗമായിട്ട് അവിടുത്തെ ഒരു മീറ്റിംഗിൽ അവിടുത്തെ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പോയി. അപ്പൊ അറ്റൻഡ് ചെയ്യാൻ പോയപ്പം അവിടെ എനിക്കൊരു ഡ്യൂട്ടി ഉണ്ടായിരുന്നു. ദാറ്റ് ഇസ് ബിഹൈൻഡ് ദ കേർട്ടൻ എന്ന് പറഞ്ഞതുപോലെയാണ്. അപ്പൊ ആ ഒരു ഓർഗനൈസേഷന്റെ ഒരു മെമ്പറും കൂടെ ആയതുകൊണ്ട് ആ ഡ്യൂട്ടി ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഞാനത് 2-3 പ്രാവശ്യമായിട്ട് ആ ഡ്യൂട്ടി ആയിട്ട് ഒരേപോലത്തെ ഡ്യൂട്ടി തന്നെയാണ് കിട്ടിക്കൊണ്ട്. അപ്പോൾ ഐ ഹാവ് നോ കംപ്ലൈന്റ്. എനിക്കത് ഇഷ്ടമായിരുന്നു ചെയ്യാൻ. കംപ്ലൈൻസ് എന്നല്ല, എനിക്കത് ഇഷ്ടമായിരുന്നു. അപ്പൊ ഞാൻ ചെയ്തുകൊണ്ടേയിരിക്കുന്ന സമയത്ത് ഈ 3ാമത്തെ ഓർഗനൈസേഷന്റെ മീറ്റിംഗിലാണ് അന്ന് ഒരു എന്താ ഒരു ഫ്രണ്ട്ലി ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ എന്നുള്ള രീതിയിലാണ്. അതൊരു ക്ലാസ് ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് എല്ലാവരും പരിചയപ്പെടാനുള്ള ഒരു മീറ്റിംഗ് പോലെ അന്ന് കണ്ടക്ട് ചെയ്തു. അപ്പൊ ആ സമയത്താണ് അവിടെ വെച്ചിട്ട് അവിടുത്തെ ചെയർമാൻ, മെയിൻ ആയിട്ട് ചെയർമാൻ എന്ത് പറഞ്ഞു വെച്ചാൽ പെട്ടെന്ന് പറഞ്ഞത്, നമ്മുടെ ബിഹൈൻഡ് ദ കേർട്ടൻ ദർ ഈസ് എ പേഴ്സൺ ഹു ഈസ് ഡൂയിങ് ദിസ് എവറിത്തിങ് എന്ന് പറഞ്ഞപ്പോ പെട്ടെന്ന് എല്ലാവരും, ഞാനങ്ങനെ എല്ലാവരും വല്ലാതെ അങ്ങ് കയറിയിട്ടൊന്നും നമുക്ക് ബി മാജിക്കിൽ എല്ലാവരും പരിചയമുള്ളത് പോലെ അല്ലല്ലോ. അപ്പൊ അത്യാവശ്യമൊക്കെ മിങ്കിൾ ചെയ്യുന്ന എന്തെങ്കിലും കൂടിയിട്ട് അപ്പൊ അത് കേട്ടപ്പോൾ ഞാനും അന്തം വിട്ടു. അപ്പൊ ബിഹൈൻഡ് ദ കേർട്ടൻ ദാറ്റ് ഷീ ഈസ് ഡൂയിങ് എവറിത്തിങ് ഫോർ ദിസ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞു. സോ വി അപ്രിഷിയേറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റാഫ് ഒക്കെ തന്ന് അപ്രിഷിയേറ്റ് ചെയ്തപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, ഞാൻ അവിടെ സൈഡിൽ ഒരു മൂലത്തിൽ ഈ ഡ്യൂട്ടി ആയിട്ട് നിൽക്കുകയാണ്. പെട്ടെന്ന് എന്ത് ചെയ്തു, ഐ ഫീൽ വെരി ഐ ഡിഡ്ന്റ് വെയിറ്റ് ഫോർ ദ ക്ലാസ്. ഞാൻ എന്ത് ചെയ്തു, ഞാനാണ് ആദ്യം എല്ലാം ക്ലാപ്പ് ചെയ്തത്. കേട്ടപ്പോൾ എന്റെ എടുത്ത് പറഞ്ഞപ്പോ ഞാൻ ആദ്യം കയറി ക്ലാപ്പ് ചെയ്തു. ഇത് കേട്ടപ്പോഴാണ് പെട്ടെന്ന് ഓർത്ത് എല്ലാവരും ക്ലാപ്പ് ചെയ്യണമെന്ന്. അപ്പൊ എല്ലാവരും ക്ലാപ്പ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ അവിടെ ചെന്നപ്പോ അവിടുത്തെ അവസാനം മീറ്റിംഗ് കഴിഞ്ഞ് എല്ലാവരും പറഞ്ഞപ്പോ അതിൽ 1-2 വ്യക്തികൾ എന്റെ അടുത്ത് വന്നു പറഞ്ഞു, ശരിക്കും ഞങ്ങൾ പെട്ടുപോയി കേട്ടോ. കാരണം ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോ ഞങ്ങൾ എല്ലാവരും അന്തം വിട്ട് ഈ വ്യക്തി ആരാ നോക്കിക്കൊണ്ടിരിക്കുമ്പോ ക്ലാപ്പടി കേട്ടിട്ടാണ് ഞങ്ങൾ തിരിച്ചറിയുന്നത്. അപ്പം സ്വയം ഒരു കാര്യം അപ്രിഷിയേറ്റ് ചെയ്ത് മുന്നോട്ട് വന്നത് ശരിക്കും ഞങ്ങൾക്ക് ഭയങ്കര റിയലൈസേഷൻ ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സോ ഐ ഫീൽ ബെറ്റർ ബിക്കോസ് ഐ ഗോട്ട് ദ ക്ലാപ്സ് നൗ. അപ്പൊ ആദ്യം അവരുടെ ക്ലാപ്പിനൊന്നും നിന്നില്ല, ഇങ്ങനെ ക്ലാപ്പ് ചെയ്തു. പിന്നെ പറഞ്ഞവര് ഓൾ ഈസ് വെൽ എന്ന് നമ്മുടെ ഒരു ഹിന്ദി മൂവിയിൽ പറഞ്ഞതുപോലെ 3 Idiots അങ്ങനെ എന്തോ ഹിന്ദി മൂവിയിൽ പറഞ്ഞതുപോലെ ഐ ക്ലാപ്സ് ഓൺ മൈ ഹാർട്ട് ആൻഡ് ഐ മൂവ്. എന്നിട്ട് ഞാൻ ഓടിപ്പോയത് വാങ്ങുകയാണ് ചെയ്തത്. അപ്പൊ അവര് പറഞ്ഞ അവസാനം പോകുന്ന 2-3 വ്യക്തികൾ പറഞ്ഞത്, സോ ക്ലാപ്പ് ഫോർ യുവർ സെൽഫ്, ഡോണ്ട് വെയിറ്റ് ഫോർ ദ ക്ലാപ്പ് ഫോർ അതേഴ്സ്. മറ്റുള്ളവർ ക്ലാപ്പ് അടിക്കൊന്നും നോക്കിയിരിക്കേണ്ടെന്ന്. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയാൽ സ്വയം ഒന്ന് ക്ലാപ്പ് അടിക്കാൻ ഒന്ന് പുഷപ്പ് ഇവിടെ കൊടുക്കാം, ഒരു ജസ്റ്റ് ഒരു ഹാപ്പൊക്കെ കൊടുക്കാം. അപ്പം അപ്രിഷിയേറ്റ് എവറിത്തിങ് യുവർ സെൽഫ്, ഡോണ്ട് കംപ്ലൈൻ അബൌട്ട് യുവർ സെൽഫ്. ഒന്നിനെ കുറിച്ചും നിങ്ങളെ കുറിച്ചും കംപ്ലൈന്റ് ചെയ്യാതിരിക്കുക. എവറിത്തിങ് വിൽ ബി ഓൾ റൈറ്റ്. താങ്ക് യു ഷീല, പെട്ടെന്ന് ഓർത്തത് അതാണ്, അതുകൊണ്ടാണ് ഞാൻ ഷെയർ ചെയ്തത്. സാർ എന്തോ ഒരു ആലോചനയിലാണല്ലോ. കഴിഞ്ഞ പറഞ്ഞോളി. പ്രവീൺമാൻ, ഞാൻ കണ്ടിരുന്നത് പിന്നെ ആ മൂവി അങ്ങനെ കണ്ടുപോയി എന്നല്ലാതെ അതിൽ നിന്നൊരു ക്ലാസ് ഉണ്ടാക്കാമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ആ മൂവി ഞാൻ കണ്ടിട്ടുണ്ട്, അവഗണിക്കുന്നത്. അപ്പൊ ഞാനിങ്ങനെ വിചാരിച്ചു, ഇങ്ങനെ അവഗണിക്കുന്ന സമയത്ത് ഇവിടെ നിൽക്കണോ, വേറെ എവിടേക്കെങ്കിലും ഒക്കെ പോയിക്കൂടെ എന്നൊക്കെ അത് ചിന്തിച്ചെന്നല്ലാതെ ഇതിൽ നിന്നൊരു ക്ലാസ് രൂപപ്പെടുത്തി കൊണ്ടുവരാം എന്നുള്ള രീതിയിലേക്ക് ഞാൻ ചിന്തിച്ചിട്ടില്ല. എന്തായാലും നന്നായിട്ടുണ്ട്. ഓക്കെ, ഗ്രേറ്റ്, താങ്ക് യു. അപ്പൊ അതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, നമ്മൾ പലപ്പോഴും ഇത് കാണുമ്പോ പാവം മങ്കി കേട്ടോ, അതിനെ അവരെ ചെയ്യുന്നത് നോക്കൂ, ഇതാണ് നമ്മൾ കാണുന്നത്. എപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതാണ്, ആരെങ്കിലും ചെയ്യുമ്പോ പാവം.
ഇതല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പൊ അതിൽ എന്തെങ്കിലും ഒന്ന് കണക്റ്റഡ് ആയിട്ട് നമുക്ക് അതിലൊരു മെസ്സേജ് ഉണ്ടെന്ന് പറയുന്നത് അതാണ്. അപ്പൊ ഇത് ചിന്തിച്ചു തുടങ്ങിയപ്പോഴാണ് ഞാൻ എന്റെ ടോപ്പിക്കുമായിട്ടൊന്ന് കണക്ട് ചെയ്തിട്ട് ദർ ഇസ് എ സോ മെനി പോയിന്റ്സ് ഇറ്റ് ക്യാൻ കണക്ട് വിത്ത്. അപ്പൊ അതിൽ നിന്ന് ഒരിക്കലും ഓടി കളിക്കാനോ ഒന്ന് സാഡ് ആയിട്ട് ഇരിക്കാനോ അല്ല, ചിലത് തട്ടി മാറ്റും. ഇവിടെ അത് ലൈന് ചേർത്ത് പിടിച്ച് സോ ദിസ് ഇസ് മൈ കംഫർട്ട് സോൺ. ഓക്കെ, ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ഇതാണ് ഇപ്പൊ തൽക്കാലം എനിക്ക് കിട്ടിയ കംഫർട്ട് സോൺ എന്ന് വിചാരിച്ച് അതിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അങ്ങനെ ഒരു ഹീലിംഗിന്റെ ഒരു പാർട്ട് ഉണ്ടാവും. ചിലപ്പോ ഒരു യാത്ര കഴിഞ്ഞ് വരുമ്പോഴേക്കും നമ്മൾ നോക്കിയാവും, അല്ലെങ്കിൽ ചിലൊരു പുസ്തകം വായിക്കുമ്പോഴേക്കും നമ്മൾ നോക്കിയാവും. ചില പുസ്തകങ്ങൾ അങ്ങനെ ഒരു വളരെ മാജിക് ആയിട്ടുള്ള പുസ്തകങ്ങളാണ്. വളരെ നമ്മളൊന്ന് വായിച്ചു കഴിയുമ്പോഴേക്കും നമ്മളൊന്ന് പുറത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കും. അത് ഉപയോഗിക്കാം. ചിലപ്പോ ഒരു മൂവി കാണാം, ഇതൊക്കെ ആവാം. മൂവി കണ്ടാൽ ചിലപ്പോൾ സങ്കടമാവും, ചിലപ്പോൾ പ്രശ്നമാവും. പക്ഷെ ആ മൂവി കാണുമ്പോൾ ചിലപ്പോൾ പറഞ്ഞ പോലെ ഇനി വേനൽക്കാലത്ത് തിയേറ്ററൊക്കെ കുറച്ച് തിരക്കുള്ളതായിരിക്കും. അപ്പൊ എല്ലാവരും പറയുന്നപ്പോ അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചപ്പം ഇനി വേനൽക്കാലത്ത് ഒരു 200 രൂപ കൊടുത്താൽ ഒരു 2-3 മണിക്കൂർ എ സിയിൽ പോയിരിക്കാലോ, ഒന്ന് ഉറങ്ങുക, മൂവി കണ്ടിട്ടില്ലെങ്കിൽ കുറച്ചൊന്ന് റെസ്റ്റ് ചെയ്യാം. അപ്പൊ ചിലർ അങ്ങനെയാണ് മൂവിയെ കാണുന്നത്. അതിന്റെ ഉള്ളിൽ കയറിയിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാം, ഒന്ന് റിലാക്സ് ചെയ്യാം. മൂവി കാണണമെന്നൊന്നുമില്ല, പോയി കിടന്ന് ഉറങ്ങാലോ 3 മണിക്കൂർ എന്ന് ചിന്തിക്കുന്നവരും ഉണ്ടാവും. അപ്പൊ ചിലർ അങ്ങനെയും അതിന് യൂസ് ചെയ്യുന്നു എന്നർത്ഥം. അത് കഴിഞ്ഞ ഈ ഒരു കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഒരു വീഡിയോയിൽ കണ്ടതാണ്. അപ്പൊ എല്ലാ മൂവിയും പോയി കാണും. അപ്പൊ ഈ മൂവി കാണുന്നതിന്റെ കാര്യം ഇതാണ്, നല്ല തിരക്കുള്ള ദിവസങ്ങളിൽ ചില വർക്ക്ഷോപ്പിലുള്ള ആൾക്കാരൊക്കെ കുറെ തിരക്ക് അപ്പൊ ഇതാകുമ്പോൾ എവിടെ ചെന്നൊന്നും ഉറങ്ങണം, വീട്ടിൽ പോയാലും ചിലപ്പോൾ അതും പ്രശ്നമാണ്. അപ്പൊ ഒരാൾ പറഞ്ഞതാണ്, അപ്പൊ കുറച്ചു നേരം തിയേറ്ററിൽ പോയിക്ക് 3 മണിക്കൂർ 200 രൂപ കൊടുത്താൽ എന്താ സ്വസ്ഥമായിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങാം എന്ന് ചിന്തിക്കുന്ന പോലെ ദേ ഫൈൻഡ് സംതിങ് സം പ്ലേസ് ടു. അപ്പൊ മുസ്തഫ സാർ ചിന്തിച്ചുകൊണ്ടിരിക്കുക, അപ്പൊ ഞാൻ അങ്ങനെ ചെയ്യാം, ഈ തിയേറ്ററിൽ പോയിട്ട് കുറച്ച് സമയം ഉറങ്ങാം. അതാണോ മുസ്തഫ സാർ ചിരിച്ചത്? ജോക്ക് പറഞ്ഞതേ ഉള്ളൂ. മാജിക് മണി മോർണിംഗ് സാർ പ്ലീസ്. മാജിക് മോർണിംഗ്. നന്നായിരുന്നു. നല്ലൊരു ക്ലാസ് ആയിരുന്നു. കാരണം നമ്മൾ ഈ പഞ്ചുമങ്ങിയുടെ കാര്യം, ജോണിന്റെ എക്സാമ്പിൾ എല്ലാം കൂടി കൂട്ടിച്ചേർത്ത് വളരെ മനോഹരമായ രീതിയിലാണെന്ന് പ്രസന്റ് ചെയ്തത്. അപ്പൊ അതിൽ കൂടെ നമുക്ക് മനസ്സിലായത് നമ്മൾ എപ്പോഴും ധൈര്യമായിട്ടിരിക്കുക എന്നുള്ള, ഒന്നും കഴിഞ്ഞു പോയിട്ടില്ല. എല്ലാത്തിനും ഒരു സന്ദർഭം ഉണ്ടാവും നമുക്ക് നല്ലത് വരാനും. നമ്മുടെ ജീവിതത്തിന് ഒരു പർപ്പസ് വേറെ ഉണ്ട്, അത് മനസ്സിലാക്കാൻ പറ്റും. അപ്പം എല്ലാം തീർന്നു എന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ സ്റ്റിൽ ലൈവാണ്. അതുപോലെ തന്നെ നമ്മൾ മൂവ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. വി ഹാവ് ടു മൂവ്. അപ്പോൾ പല സന്ദർഭങ്ങളും വിഷമങ്ങളും നമ്മൾ ഒറ്റപ്പെടലൊക്കെ ഉണ്ടാവും. പല സമൂഹത്തിലൊക്കെ പല കാര്യങ്ങൾ വരും. അപ്പൊ അതിൽ എപ്പോഴെങ്കിലും നമുക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ഒക്കെ ഉണ്ടാവും. അതിപ്പം വ്യക്തികളായിരിക്കണം എന്നില്ല. അപ്പൊ നമ്മൾ ഏതെങ്കിലും ചെറിയ കുട്ടികളൊക്കെ ചെറിയ ഡോളിനൊക്കെ എടുത്ത് ഇതിന്റെ അമ്മയാണ് സഹോദരിയാണെന്നൊക്കെ പറഞ്ഞിട്ട് തൽക്കാലം അവർ ഹാപ്പി ആയിട്ട് അങ്ങനെ പോണതാണ്. അതുമാതിരി തന്നെ പല വിഷമത്തിലുള്ള ആൾക്കാരും എന്തെങ്കിലും ഒരു താങ്ങും തണലായിട്ട് പിടിച്ചു നിൽക്കാൻ അവർക്ക് എന്തെങ്കിലും മാർഗം ഉണ്ടാവും. അപ്പൊ അത് ഒറ്റപ്പെടലിന് ഒഴിവാകാനും നല്ല സന്തോഷവും സമാധാനം കിട്ടാൻ അത് ഉപകരിക്കും. പിന്നീട് നമ്മളെ അവഗണിച്ചവരെല്ലാം നമ്മളിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. അപ്പൊ ഇന്ന് നല്ലൊരു കഥ തന്നെയായിരുന്നു, നല്ലൊരു പ്രസന്റേഷൻ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു മണിസാർ. ആ ഒരു കുട്ടികള് പാവകളെ ഉപയോഗിക്കുന്നതിനെ കുറിച്ച് മണിസാർ പറഞ്ഞു. അപ്പൊ ആ ചില കുട്ടികൾ കണ്ടിട്ടില്ലേ ഈ പാവകളുമായിട്ട് സംസാരിക്കുന്നത്. അപ്പൊ അവരെ കേൾക്കാൻ ആരും ഇല്ല എന്ന് തോന്നുന്നുണ്ട്. കാരണം ചിലപ്പോൾ അച്ഛനമ്മക്ക് ജോലിക്ക് പോയതായിരിക്കാം. അപ്പൊ എന്തെങ്കിലുമൊക്കെ പറയണമെങ്കിൽ ഈ പാവക്കുട്ടിയോടാണ് എല്ലാം സംസാരിക്കുന്നത്. അപ്പൊ അതാണ് അതിന്റെ കംഫർട്ട് സോൺ. കുറച്ച് കഴിഞ്ഞ് ഇതിൽ നിന്ന് മാറും. അപ്പൊ ആ സമയത്ത് ഒരു ഹീലിംഗിൽ അത് ആവശ്യമാണ്, എന്നെ കേൾക്കാൻ, എനിക്ക് സംസാരിക്കാൻ ഒരു കൂട്ട്. അപ്പൊ അവിടെ പറഞ്ഞതുപോലെ ഒരു ടെഡി വേറൊരു പാവക്കുട്ടിയോ ഒക്കെ ആയിരിക്കാം. ഇപ്പൊ ചില ഗേൾസിന് എങ്ങനെയാണെങ്കിൽ ബോയ്സിന് മറ്റു രീതിയിലാണ്, അവർ മറ്റൊരു രീതിയിലാണ് യൂസ് ചെയ്യുന്നത് മാത്രം. സോ എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ എപ്പോഴും ഫൈൻഡ് സംതിങ് വിച്ച് ക്യാൻ ഹീൽ യു എന്ന് പറയും. നമ്മൾ ഹീൽ ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും ഒന്ന് നമുക്ക് വേണ്ടി കണ്ടെത്തുക, അതിന്റെ പിന്നാലെ യാത്ര ചെയ്യുക. നെവർ ടോക്ക് എനി നെഗറ്റീവ് വേർഡ്സ് ടു യു. ഒരിക്കലും നമ്മളെ ജഡ്ജ് ചെയ്തുകൊണ്ട് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള സംസാരങ്ങൾ ഒഴിവാക്കുക. വോട്ടെവർ റെയിൻ വിൽ പാസ്, ദ സ്റ്റോം വിൽ പാസ്, ഇറ്റ് വിൽ നെവർ റിമെയിൻസ് ദർ. അതൊരിക്കലും അവിടെ നിൽക്കില്ല, അതങ്ങ് കഴിഞ്ഞു പോകും. അപ്പൊ ആ കഴിഞ്ഞു പോകുന്ന സമയം വരെ ഇത്തരം സൂയിസൈഡൽ തോട്ടിലേക്കോ ഇത്തരം നെഗറ്റീവ് കമന്റ്സിലേക്കോ സ്വയം ജഡ്ജ്മെന്റിലേക്കോ ആവശ്യമില്ലാത്ത വാക്കുകൾ ഉപയോഗിക്കാതിരിക്കുക. അത് പോയി കഴിയുമ്പോൾ അവിടെ തെളിഞ്ഞ ആകാശവും സൂര്യനെയും ഒക്കെ നമുക്ക് കാണാൻ കഴിയും. ആ വെളിച്ചം ആസ്വദിക്കാനും അത് സ്വീകരിക്കാനും ഒക്കെയുള്ള മാനസികാവസ്ഥയിലേക്ക് നമുക്ക് കടന്നു പോകാൻ കഴിയും. മാജിക് മോർണിംഗ്. ആരും മാജിക് മോർണിംഗ് പറഞ്ഞല്ലോ. സാറാണ്.
കാണേണ്ടത്. അതായത് ഒരു തരത്തിൽ പറഞ്ഞാല് എനിക്ക് തോന്നുന്നത് നമ്മുടെ വിൽ പവർ, നമ്മുടെ വ്യക്തിത്വം നഷ്ടപ്പെടാതെ നമ്മൾ സമൂഹത്തിൽ എങ്ങനെ ജീവിക്കണം എന്നുള്ളതാണ് മാഡം പറഞ്ഞതിന്റെ ചുരുക്കമാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ വ്യക്തിത്വം നമ്മൾ നഷ്ടപ്പെടുത്തണം. വാട്ട് ഓഫ് ദീസ് സർക്കംസ്റ്റൻസസ്, നമ്മളെ ഒറ്റപ്പെടുത്തുന്ന ആൾക്കാരുണ്ടാവും, നമുക്ക് ഒറ്റപ്പെടുത്തുന്ന ആൾക്കാരുണ്ടാവും, നമുക്ക് കളിയാക്കുന്ന ആൾക്കാരുണ്ടാവും. ചില ആൾക്കാർ ഞാൻ നോക്കിയിട്ടുണ്ട്, ചില പർട്ടിക്കുലർ കമ്മ്യൂണിറ്റിയിൽ അല്ലെങ്കിൽ സമൂഹത്തിൽ ജീവിക്കുന്ന ആൾക്കാർ ആ സമൂഹത്തിൽ മറ്റുള്ളവരെ കൂട്ടുകാരായാലും കളീഗ്സ് ആവും. അവർക്കൊക്കെ ഒരു തരം ബാഡ് ഹാബിറ്റ്സ് ഉണ്ടാവും. ചിലപ്പോൾ സ്മോക്കിംഗ് ആയിരിക്കും, ചിലപ്പോൾ ഡ്രിങ്കിങ് ആയിരിക്കും. പക്ഷെ ഇതിലൊന്നും ഉൾപ്പെടാറുണ്ട് സ്വന്തം വ്യക്തിത്വം മാത്രം വെച്ചിട്ടുണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട്, എൻ്റെ ഒരു ബോസ് ഉണ്ടായിരുന്നു. അദ്ദേഹം ആ ഒരു വലിയ കമ്പനിയിലൊക്കെ ഞങ്ങളുടെ സോഷ്യൽ ഗെറ്റുതൊക്കെ നടക്കുന്ന സമയത്ത് എല്ലാവരും ഡ്രിങ്ക്സ് ഒക്കെ എടുക്കും. പുള്ളിക്കാരൻ എടുക്കില്ല, ഡ്രിങ്ക്സ് കൊടുക്കില്ല. ആ ക്ലബിൽ ചേരുന്ന ആൾക്കാരൊക്കെ ഡ്രിങ്ക്സ് കുടിക്കണം മിക്കവാറും ചേരുന്നത്. കാരണം ഒരു വളരെ ലൈറ്റ് ക്ലബ്ബാണ്, അതിൽ മെമ്പർഷിപ്പ് കിട്ടാതെ വിഷമമാണ്. ഞങ്ങളുടെ കമ്പനിത്തെ ഓഫീസേഴ്സിനൊക്കെ അതിൽ മെമ്പർഷിപ്പ് ഫ്രീ ആണ്. പക്ഷെ പുള്ളിക്കാരൻ്റെ അവിടെ പോകും, എല്ലാ ഫംഗ്ഷനിലും പങ്കെടുക്കും. ബട്ട് ഹി കീപ്സ് ഹിസ് ഐഡന്റിറ്റി. ഹി വിൽ നെവർ ഡ്രിങ്ക്, വിൽ നെവർ സ്മോക്ക്. അപ്പൊ സ്വന്തം വ്യക്തിത്വം നഷ്ടപ്പെടാതെ നമുക്ക് എങ്ങനെ സമൂഹത്തിൽ ജീവിക്കണം എന്നുള്ളതാണ് മാഡം പറഞ്ഞത് മെയിൻ ആയിട്ട്. താങ്ക് യു മാം, താങ്ക് യു. ഓ, ഗ്രേറ്റ് കമ്പാരിസൺ. ഒരു നല്ലൊരു എക്സാമ്പിൾ തന്നെയായിരുന്നു. അത് കുറച്ചുകൂടി നമുക്കും ഒരു ഊർജ്ജം തരുന്നതാണ് എനിക്ക് മനസ്സിലാക്കിയത്. കാരണം അവിടെ ഞാൻ അംഗീകരിപ്പെട്ടിട്ട് എനിക്ക് ക്ലാപ്പ് അടിക്കുന്നതൊന്നും കുഴപ്പമില്ല. ഞാൻ ഡ്രിങ്ക്സ് കഴിക്കാത്തതിന്റെ പേരിൽ ഒരു ക്ലാപ്പ് അടിക്കുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ സ്മോക്ക് എടുക്കാത്തതിന്റെ പേരിൽ എനിക്ക് ക്ലാപ്പ് അടിക്കുന്നില്ലെങ്കിൽ എനിക്ക് പ്രശ്നമില്ല. പക്ഷെ ഓർഗനൈസേഷന്റെ ഭാഗമാകാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അവിടെ പോയി ഞാൻ എല്ലാത്തിനും പങ്കെടുക്കും. ഐ ഡോണ്ട് വെയിറ്റ് ഫോർ എനി ക്ലാസ്. ഗുഡ് എക്സാമ്പിൾ. അത് നമുക്കൊരു സ്ട്രെങ്ത് ആണ്. അതെനിക്ക് ഇഷ്ടമാണ്, അവിടെ പോയിട്ട് എല്ലാവരും കാണാനും അതിൽ പങ്കെടുക്കാനും ഒക്കെ. പക്ഷെ ഒരിക്കലും ഒന്നിനു വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യില്ല. ദാറ്റ്സ് എ ഗ്രേറ്റ് പോയിന്റ്. അത് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഒരു ഹെൽപ്ഫുൾ ആയിട്ട് തോന്നി. താങ്ക് യു. എന്താ ചെറിയൊരു എക്സാമ്പിൾ ആയിരിക്കാം, ചിലപ്പോൾ നമ്മൾ കടന്നു പോകുന്ന ഏതൊരു സിറ്റുവേഷൻ നമ്മളത് ഹെൽപ്പ് ചെയ്യും. ദാറ്റ് ഇസ് വാട്ട് എപ്പോഴും പറയുന്ന ഇതാണ്, ഷെയറിംഗ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്ക് എവിടെയെങ്കിലും അതൊക്കെ ഉപയോഗിക്കാൻ പറ്റും. ഗ്രേറ്റ്. ഓക്കെ, മാജിക് മോർണിംഗ്. നല്ലൊരു ക്ലാസ് ആയിരുന്നു മാഡം. നമ്മളിപ്പോ നമ്മളൊക്കെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഓരോരുത്തരും നമ്മളെ മാക്സിമം അവരെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവരെ നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം നമ്മളെ മാറ്റി നിർത്തുമ്പോൾ നമ്മൾ പരമാവധി, ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ഇങ്ങനെ അവരിങ്ങനെ ചെയ്തല്ലോ മാഡം പറയുമ്പോൾ ഞാൻ എന്നെ തന്നെ കുറ്റം പറയുമായിരുന്നു. അയ്യോ, നമ്മൾ വെറുതെ ചെന്ന് ഇതൊക്കെ ചെയ്തു കൊടുത്തിട്ട് അവരിതൊക്കെ കാണിക്കുകയാണല്ലോ, ഇങ്ങനെയൊക്കെയുള്ള ഭയങ്കര ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഈ ക്ലാസ്സിലൊക്കെ കയറി തുടങ്ങിയതിന് ശേഷം കുറച്ച് എനിക്കൊരു ഇത് വന്നിട്ടുണ്ട്. പിന്നെ അവർക്ക് ആവശ്യമില്ലാത്തത് കൊണ്ടാണ് നമ്മളെ ഒഴിവാക്കിയത്. അപ്പം നമ്മൾ അവിടെ നിന്ന് മാറിക്കൊടുക്കുക. നമ്മളെ മാറ്റം അവിടെ ആവശ്യമാണ്, നമ്മൾ മാറിക്കൊടുക്കുക. നമ്മൾ മാറിയിട്ട് നമുക്ക് മറ്റുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ നമ്മൾ എൻഗേജ്ഡ് ആവുക. അപ്പൊ പിന്നെ അതൊരു പ്രശ്നമല്ല എന്ന് നമുക്ക് തോന്നും. അപ്പൊ ഞാൻ ഈ ക്ലാസ്സിൽ ഇതിൽ കയറിയതിന് ശേഷം എനിക്കിപ്പോ അങ്ങനെ ഒരു ഗുണം വന്നിട്ടുണ്ട്. നമ്മൾ ആവശ്യമില്ല എന്ന് തോന്നുന്ന സ്ഥലത്ത് നിന്ന് നമ്മളങ്ങ് മാറിക്കൊടുക്കും. അവർക്ക് നമ്മൾ ആവശ്യമില്ലാത്തത് കൊണ്ടാണല്ലോ അവര് നമ്മൾ ഒഴിവാക്കുന്നത്. അവരൊഴിവാക്കുന്നതിന് മുമ്പ് നമ്മളങ്ങ് ഒഴിവായാൽ പ്രശ്നമില്ല. എന്നിട്ട് നമുക്ക് നമ്മുടേതായ കാര്യങ്ങൾ നോക്കാമല്ലോ. അപ്പൊ നമുക്ക് കുറച്ചുകൂടെ നമ്മളെ മെന്റൽ സ്ട്രെസ് കുറയും, നമുക്ക് കുറച്ചുകൂടെ റിലാക്സ്ഡ് ആവാനും പറ്റും. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ എനിക്ക് കുറച്ചുകൂടെ അത് വ്യക്തമായി. ഇവിടെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഗ്രേറ്റ്. ഓക്കെ. ഇപ്പൊ അവർക്ക് നമ്മൾ ആവശ്യമില്ലാഞ്ഞിട്ടല്ല, അവരുടെ ആവശ്യം കഴിഞ്ഞു, അത്രേ ഉള്ളൂ. അവർക്ക് നമ്മൾ ആവശ്യമില്ലാഞ്ഞിട്ടല്ല, അവരുടെ ആവശ്യം കഴിഞ്ഞു. അവരവരുടെ വഴികളിലേക്ക് പോയി. അവരിതൊന്നും ചിന്തിക്കുന്നില്ല കേട്ടോ. നമ്മൾ ചിന്തിക്കുന്ന എന്താണ്, ഓ ഇതൊക്കെ ചെയ്തു കൊടുത്തിട്ടും അവർക്ക് എന്നെ ഒരു കറിവേപ്പില പോലെ കളഞ്ഞു എന്ന് ചിന്തിച്ച് നമ്മൾ അവിടെ തന്നെ നിൽക്കുകയാണ്. അവരുടെ കാര്യം കഴിഞ്ഞ് അവരടുത്ത വഴിക്ക് മുന്നോട്ട് പോയി. അവർ കീപ് മൂവിങ്. നമ്മൾ ഈ പറഞ്ഞിടത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. ഓക്കെ, അവര് പോയി, ശരി, ഇനി എന്ത് ചെയ്യാൻ പറ്റും? ഇനി എനിക്ക് വായിക്കാൻ പറ്റുമോ? എനിക്ക് പുറത്തേക്ക് പോകാൻ പറ്റും? ഗോ ഹെഡ് ആൻഡ് കീപ് ഗോയിങ്. ഇപ്പൊ എനിക്ക് പറ്റുന്നുണ്ട് അതിന്. നേരത്തെ ഞാൻ സ്ട്രക്കായി അവിടെ നിൽക്കുമായിരുന്നു. അയ്യോ പറ്റൂല, എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല എന്ന്. ഇപ്പൊ പറ്റുന്നുണ്ട്. ഒരു ഗുണമാണ്. ഗ്രേറ്റ്. ഒരുപാട് സന്തോഷം. കാരണം മുന്നൊക്കെ ഞാനൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. പക്ഷെ ഇപ്പൊ പറഞ്ഞ പോലെ keep moving. Whatever happened, when there is no clap, I will be still here in this beautiful world. That's all. Okay, great. ഓക്കെ, അപ്പൊ ഇന്ന് ഇത്രയും നല്ലൊരു ടോപ്പിക്കിൽ നമുക്ക് സെഷൻ എടുക്കുന്ന പ്രവീണ മാമിനും ഈ സെഷനിൽ പങ്കെടുത്ത ബാക്കി ബിമാജി മെമ്പേഴ്സിനും താങ്ക് യു. താങ്ക് യു പ്രവീണ മാം. താങ്ക് യു ഓൾ. Okay, bye. Good day. താങ്ക് യു മാഡം. താങ്ക് യു ഓൾ. താങ്ക് യു മാം. താങ്ക് യു മാം.
താങ്ക് യു.